കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നുവരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭ നിമിഷം തുടങ്ങി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടും ആത്മാവൊരുക്കത്തോടും ഹൃദയവാഞ്ഛയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. പ്രാരംഭ സമയത്ത് ദൈവത്തെ പാടി സ്തുതിപ്പാൻ സ്വർഗം നമ്മെ സഹായിച്ചു. അതിലുപരിയായി കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ നാമധേയ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചതും എന്നാൽ തന്റെ ജീവിതയാത്രയിൽ കർത്താവായ യേശുവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചതുമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടുകൊണ്ടേയിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ കാൽവറി ക്രൂശിൽ മരിക്കുന്നതിന് ഏറെക്കുറെ 700ഓളം വർഷങ്ങൾക്കപ്പുറം യെരുശലേമിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകഗണത്തിൽ ശ്രേഷ്ഠനായ യെശയ്യാവ് മശിഹായുടെ ക്രൂശുമരണത്തെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അദ്ദേഹം തന്റെ പ്രവചന ചുരുളുകളിൽ എഴുതി ചേർത്തു, അവൻ നമ്മുടെ സകല വേദനകളെയും ചുമന്നു. സകല വേദനകളെയും ചുമന്നു എന്നാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. മലയാള ബൈബിളിൽ എല്ലാ വേദനകളെയും അവൻ വഹിച്ചു എന്നാണ്. ആകയാൽ സകല വേദനകളെയും വഹിച്ച ഒരു മശിഹായുടെ ക്രൂശു മരണം ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം നമുക്ക് ആത്മാവിൽ വീക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു പോകേണ്ടത്. ആൾപ്പെരുപ്പത്തിലോ ആർപ്പുവിളിയിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത്. നീ മണ്ണുകൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി എന്റെ മുഖം അന്വേഷിക്കുമ്പോഴൊക്കെയും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്ന് യഹോവ മോശ മുഖാന്തരം ഇസ്രായേലിനോട് അരുളി ചെയ്തു. ഭക്തനായ ദാവീദ് പാടി, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവരെ അവൻ വിടുവിക്കുന്നു. യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിനെ പേർ ചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, തീയിൽ കൂടെ പോകുമ്പോഴും വെള്ളത്തിൽ കൂടെ പോകുമ്പോഴും ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോട് ആത്മാവ് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. അതിലുപരി ഭക്തനായ ദാവീദ് തന്റെ മനോഹര സങ്കീർത്തന വരികളിൽ ഇങ്ങനെ എഴുതി ചേർത്തു, കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഒരു മനുഷ്യനോട് ദൈവം എപ്പോഴാണ് ഏറ്റവും അധികം അടുത്തു വരുന്നത് എന്നുള്ളതിന്റെ ഒരു നിരയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു മനുഷ്യനോട് എപ്പോഴാണ് ദൈവം ഏറ്റവും അധികം അടുത്തു വരുന്നത്? ഒന്ന്, അവൻ മണ്ണുകൊണ്ടുള്ള യാഗപീഠമുണ്ടാക്കി യഹോവയുടെ മുഖം അന്വേഷിക്കുമ്പോഴൊക്കെയും യഹോവ അവന്റെ അടുക്കൽ വരും. രണ്ട്, അവൻ ഹൃദയം തുറുങ്ങി മനോവേദനയോടെ അവൻ ദൈവത്തെ തേടുമ്പോൾ ദൈവം അവന്റെ അടുക്കൽ വരും. അതിലുപരിയായി അവൻ അഗ്നിശോധനകളിൽ കൂടെയും മനുഷ്യന്റെ നിന്ദയായ നദിയിൽ കൂടെയും പോകുമ്പോൾ ദൈവം അവന്റെ അടുക്കൽ വരും. എല്ലാറ്റിലുപരി അവൻ ദൈവസന്നിധിയിൽ വരുന്ന ആ വാതിൽ തുറന്നിടുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവനോടുകൂടെ അവന്റെ കൂട്ടായ്മയിലുണ്ടാകും. അതിനപ്പുറം ഒരു നാൾ മരണത്താഴ്വരയിൽ കൂടെ പോകുമ്പോൾ അവൻ എല്ലാവരാലും കൈവിടപ്പെടുമ്പോഴും നല്ലിടയനായ യേശുവിന്റെ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ടാകും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും കഴിയുന്നിടത്തോളം എല്ലാവരും ദയവായി ഒന്ന് മുഴങ്കാൽമേലിരുന്നാട്ട്. നമ്മൾ ഇത്രയും പേർ അഭിഷക്തരായ ഇത്രയും ജനങ്ങൾ ഒന്നിച്ചുകൂടിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ദയവായി ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാക്കി വെക്കരുത്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിൽക്കുമ്പോൾ തന്നെ ദേശത്തിന്റെ അധിപതിയായ പിശാച് മുഴുബലത്തോടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ എന്ന പ്രവാചകൻ ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുമ്പോൾ ഗബ്രിയേൽ എന്ന ദൂതൻ സന്ദേശം അറിയിപ്പാൻ ചെന്നിട്ട് പാർസി
രാജ്യത്തിന്റെ പ്രഭു ആ ഗബ്രിയേലിനെ അവിടേക്ക് ചെല്ലുവാൻ അനുവദിച്ചില്ലെന്ന് പറയും പോലെ ഇതാ ദേശത്തിന്റെ അധിപതിയായ സാത്താൻ ശക്തിയായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും അലസപ്പെട്ട മനസ്സോടെ ഇരിക്കരുത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് ആ മണ്ണുകൊണ്ടുള്ള യാഗപീഠം ഉണ്ടാക്കുമ്പോഴൊക്കെയും അടുക്കൽ വരാമെന്നാണ്. ഈ രാത്രി നീ ഒരു ആത്മസത്യം അറിഞ്ഞുകൊള്ളുവീൻ. നിന്റെ സകല വേദനകളെയും യേശു ചുമന്നിട്ടുണ്ട്. സകല വേദനകളെയും ചുമന്നിരിക്കുകയാണ്. നിന്റെ ശരീരത്തിലെ മുറിവിന്റെ വേദനകൾ, നിന്റെ ശരീരത്തിലെ രോഗത്തിന്റെ വേദനകൾ, നിന്റെ ശരീരത്തിലെ ചതവിന്റെയും ഒടിവിന്റെയും വേദനകൾ യേശു ചുമന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ലോകത്തിലെ മെഡിക്കൽ ഫീൽഡിന് നിന്റെ ശാരീരിക വേദനകളെയും മുറിവുകൾക്കും ഒരു പരിധിവരെ പരിഹാരം തരാം. എന്നാൽ ഇതിനപ്പുറം മറ്റൊന്നുണ്ട്. അത് മനോവേദനയാണ്. ഹന്ന പുരോഹിതനോട് പറഞ്ഞു, യജമാനനെ, ഞാൻ മനോവേദനയുള്ള ഒരു സ്ത്രീയാണ്. ഒരുപക്ഷെ ശത്രുവിന്റെ നിന്നുകൊണ്ടും നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ തകർച്ച കൊണ്ടും നീ ഏറ്റവും മനോവേദനപ്പെടുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ രോഗത്താലുള്ള ശരീരവേദനയായിരിക്കാം, അല്ലെങ്കിൽ തകർച്ചയാലുള്ള മനോവേദനയായിരിക്കാം. വീണ്ടും ഭക്തനായ ദാവീദ് പാടി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളത്തിന്റെ വേദനകൾ എന്നെ പിടിച്ചു. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മകളെ ചെയ്ത് നിന്റെ പ്രാണൻ ഏറ്റവും അരിഷ്ടപ്പെട്ടായിരിക്കാം ഈ രാത്രി ദൈവസേനയിലിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഏറ്റു പറയാം, അവൻ നമ്മുടെ സകല വേദനകളെയും ചുമന്നു. എല്ലാവരും ഏറ്റു പറഞ്ഞാട്ട്, അവൻ ഞങ്ങളുടെ സകല വേദനകളെയും ചുമന്നു. എന്റെ ശരീരത്തിന്റെ വേദന അവൻ ചുമന്നു, എന്റെ മനോവേദന അവൻ ചുമന്നു, എന്റെ ആത്മാവിന്റെ വേദന അവൻ ചുമന്നു. എല്ലാവരും ഒരു നിമിഷം പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ദയവായി സാത്താൻ നിന്റെ ആദരത്തെ അടച്ചു കളയരുത്. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട് നീ വന്നതുപോലെ മടങ്ങിപ്പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ശരീരവേദനയെ ഒരുപക്ഷെ ഒരു പരിധിവരെ ലോകത്തിന് നിന്നെ സഹായിക്കാം. എന്നാൽ നിന്റെ ദേഹിയിൽ സംഭവിച്ച പാപത്തിന്റെ പരാജയം നിമിത്തമുള്ള നിന്റെ മനോവേദനയെ നീക്കുവാൻ ലോകത്തിലാർക്കും കഴിയത്തില്ല. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മകളെ ചെയ്തു പോകുന്ന നിന്റെ അരിഷ്ടതയാലുള്ള നിന്റെ പ്രാണന്റെ വേദനയെ നീക്കുവാൻ ആർക്കും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഒരു നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉണരട്ടെ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ദൂതുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിച്ചു വരത്തുള്ളൂ. ആത്മാവിന് നിങ്ങൾ ഇടം കൊടുത്താട്ട് ആത്മാവോടും ശക്തിയോടും കൂടെ നമുക്ക് നമ്മുടെ യജമാനനെ സേവിക്കാം. വിളിച്ച ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീതിയുള്ള ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരികയാണ്. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഒരു നാൾ കൂടെ ഞങ്ങളെ അനുഗ്രഹിപ്പാൻ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സകല വേദനകളും അവിടുന്ന് ചുമന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 1900 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങളുടെ വേദനകളെല്ലാം ചുമന്നിരിക്കുകയാണ്. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, ആ വിശ്വാസം സ്വർഗം അംഗീകരിച്ചിരിക്കൊണ്ട് സ്തോത്രം. നിന്റെ വചനം ഞങ്ങളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് സ്തോത്രം. നിന്റെ വചനം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം. നിന്റെ വചനം ഞങ്ങളുടെ പ്രാണന് വിടുതൽ തരുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, തിരുക്കരത്തിലേൽപ്പിക്കുന്നു. അങ്ങേ അവിടുന്ന് അങ്ങനെ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ വളരെ തിരക്കുള്ള ഈ നാളുകളിലും കർത്താവായ യേശുവിനോടുള്ള സ്നേഹത്താലും സുവിശേഷത്തോടുള്ള ദാഹത്താലും കർത്തൃസന്നിധിയിൽ കടന്നു വന്ന നിങ്ങളെല്ലാവരെയും നീതിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ തിരുവെഴുത്തിൽ കൂടെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയുള്ള പരിശുദ്ധ പിതാവ് മാനവരാശിക്ക് പ്രദാനം ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങൾ എങ്ങനെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടെത്തിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. കഴിഞ്ഞ രാത്രിയിൽ അതിനെ ആധാരമാക്കി
നാം തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു. അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് AD 60 റോമൻ കാരാഗ്രഹത്തിൽ ഒരു സുവിശേഷ തടവുകാരനായിരിക്കുമ്പോൾ എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം മുഖാന്തരം ദൈവിക പദ്ധതിയുടെ ആഴം അവരുടെ മനസ്സിൽ വരച്ചു കൊടുക്കുമ്പോൾ അവിടെ അതിമഹത്വമേറിയ ഒരു മാർമികമായ കാര്യം പൗലോസ്ലീഹ പറഞ്ഞിരുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും അവർ വാഗ്ദത്തങ്ങൾക്ക് പങ്കാളികളും അതിലുപരിയായി കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ അവകാശികളെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ ചില വാക്കുകൾ പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്വർഗം പ്രദാനം ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്കെങ്ങനെ സ്വന്തമാക്കി തീർക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയ ഭാഗം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചല്ലോ. മനുഷ്യന്റെ ആയുസ് വളരെ ക്ഷണഭംഗുരമാണ്. 70 വർഷം അല്ലെ ഏറെയായാൽ 80 സംവത്സരം. ഈ എണ്ണപ്പെട്ട നാളുകൾക്കുള്ളിൽ സ്വർഗം പ്രദാനം ചെയ്ത വാഗ്ദത്തങ്ങൾ മനുഷ്യൻ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളവയെക്കുറിച്ച് നാം കഴിഞ്ഞ രാത്രിയിൽ ചുരുക്കമായി ചിന്തിച്ചു. വിശുദ്ധ തിരുവെഴുത്തിന്റെ ആഴം പഠിക്കുമ്പോൾ ഈ 66 പുസ്തകത്തില് 1189 അധ്യായമുള്ള ഈ മകൾ ഗ്രന്ഥത്തിൽ ഏറെക്കുറെ 1000ഓളം പ്രവചനങ്ങളും 8000ഓളം വാഗ്ദത്തങ്ങളും ഉണ്ടെന്ന് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ വാഗ്ദത്തങ്ങളിൽ ചിലത് മുഴുവൻ മാനവരാശിയോടും കൂടെയുള്ള വാഗ്ദത്തമാണ്. ഇനിയും ചില വാഗ്ദത്തങ്ങൾ നീതിമാന്മാരായ പിതാക്കന്മാരുള്ള വാഗ്ദത്തമാണ്. ഇനിയും ചില വാഗ്ദത്തങ്ങൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സഭയ്ക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. ഈ സ്വർഗീയ വാഗ്ദത്തങ്ങളെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രൈസ്തവന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനാണ്. ഒരു ക്രൈസ്തവൻ ശത്രുവായ സാത്താന്റെ സാമ്രാജ്യത്തിനെതിരെ ശക്തിയായി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവാണ്. ആകയാൽ അവൻ ഓട്ടക്കളത്തിൽ ഓടുകയും യോദ്ധാവെന്ന വണ്ണം യുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോൾ അവനെ ഭൂമിയിൽ സംരക്ഷണമായിട്ട് എന്തുണ്ട് എന്നുള്ളത് നാം ചിന്തിച്ചു. കഴിഞ്ഞ രാത്രിയിൽ അതിൽ ചില കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവന് അഹോവൃത്തി കഴിപ്പാൻ അനുവാദമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ടെന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുന്നു. വീണ്ടും പൗലോസ് പറയുന്നു, സ്വർഗത്തെക്കാൾ ഉന്നതനായ നമ്മുടെ ബലഹീനതയിൽ സഹതാപമുള്ളവനും തന്നിൽ ആശ്രയിക്കുന്നവനെ പൂർണ്ണമായി രക്ഷിക്കുന്നവനും തന്റെ പരിശുദ്ധ ധനത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കൽപ്പിച്ചവനുമായ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ പൗരോഹിത്യമേറ്റ് സ്വർഗത്തിൽ നമുക്കുണ്ടെന്നും അതിലുപരി ആകാശവും ഭൂമിയും മാറിയാലും മാറ്റപ്പെടാത്ത തിരുവെഴുത്തിൽ ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ നമുക്കുണ്ടെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ഈ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ഈ വാഗ്ദത്തങ്ങളിൽ ചിലത് നമുക്ക് ലഭിച്ച ദർശനങ്ങളിലാണ്. ഈ വാഗ്ദത്തങ്ങളിൽ ചിലത് നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ പിന്നിലാണ്. ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജന്മസമയത്ത് പുതുജനനം പ്രാപിക്കുമ്പോൾ മോശയിൽ കണ്ടെത്തിയ ദിവ്യ സൗന്ദര്യം പോലാണ്. ചില വാഗ്ദത്തങ്ങൾ വിശുദ്ധന്മാരുടെ ദൂത് മുഖാന്തരം ലഭിച്ചതാണ്. ചില വാഗ്ദത്തങ്ങൾ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ നമുക്ക് ലഭിച്ചപ്പോൾ അത് സ്വന്തമാക്കി തീർത്തതാണ്. അങ്ങനെ നമുക്ക് ലഭിച്ച ദൈവിക വാഗ്ദത്തങ്ങളുടെ ഭണ്ഡാരം നമുക്ക് എങ്ങനെ തുറക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഈ മനോഹരമായ ദൈവത്തിന്റെ ഭണ്ഡാരത്തെ തുറക്കുന്നതിന് വിശുദ്ധ തിരുവെഴുത്ത് 3 താക്കോലാണ് നമ്മുടെ പക്കലേൽപ്പിച്ചത്. അതിൽ കഴിഞ്ഞ രാത്രിയിൽ ഒന്ന് നാം ചിന്തിച്ചു, അത് വിശ്വാസമായിരുന്നു. വിശ്വാസത്താൽ ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് നേടിയെടുക്കാം. വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. വിശ്വാസത്താൽ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതം ചെയ്യാം. വിശ്വാസത്താൽ നമുക്ക് നീതി പ്രാപിക്കാം. കൃപയും വിശ്വാസവും ചേർന്നപ്പോൾ ലോകത്തിൽ നമുക്ക് നിത്യമായ രക്ഷ കിട്ടി. അങ്ങനെ വിശ്വാസത്തിന്റെ ആഴമായിരുന്നു കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ ചിന്താവിഷയം. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവിക വാഗ്ദത്തങ്ങളുടെ ഭണ്ഡാരം തുറക്കുവാൻ രണ്ടാമതായി ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ദീർഘക്ഷമയാണ്. നിങ്ങൾ എല്ലാവരെയും ശ്രദ്ധയെ ഞാൻ തിരുവെഴുത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവവചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം ആയിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. ദൈവിക വാഗ്ദത്തങ്ങളെ നമുക്ക് എങ്ങനെ നേടാം? ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് അവയെല്ലാം ഒരു പാണ്ടക്കെട്ടുപോലെ ചുമന്ന് വർഷങ്ങളായി ഇങ്ങനെ നടക്കുകയാണ്. കഴിഞ്ഞ നിമിഷം വരെ നിവർത്തിപ്പാൻ കഴിയാത്ത മോഹത്തിന്റെയും ആഗ്രഹ
നുകത്തിന്റെയും പാണ്ടക്കെട്ടും ചുമന്ന് അലയുന്ന ഒരു വ്യക്തിയാണോ ഇന്ന് രാത്രി നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? നീ നിന്നോട് തന്നെ ചോദിച്ചാട്ട്. സ്വർഗം നിനക്ക് പ്രദാനം ചെയ്ത വാഗ്ദത്തങ്ങളെ തുറക്കാം. രണ്ടാമത്തെ താക്കോൽ ഏതാണ്? ഹെബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവർ ആകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന. രണ്ടാമത്തെ വിഷയം, ഒന്ന് വിശ്വാസത്താലും രണ്ടാമത് ദീർഘക്ഷമയാലുമാണ്. ദീർഘക്ഷമയാൽ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പീൻ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. മുൻഗാമികളായ പല വിശുദ്ധന്മാർക്കൂടെയും ഈ തിരുവെഴുത്തിന്റെ ആഴങ്ങളെ ശ്രവിച്ചിട്ടുള്ളവരും അതിന്റെ ആത്മീയ മണ്ഡലത്തിൽ ജീവിതാനുഭവത്തിൽ എത്തിയിട്ടുള്ളവരുമാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം ആയിത്തീരുന്നെങ്കിൽ ഈ കൊല്ലാടവ് കൺവെൻഷൻ തീരും മുമ്പ് തന്നെ സ്വർഗം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നിനക്ക് തുറക്കാം. കർത്താവായ യേശു മാനവരാശിക്ക് സ്വർഗം പ്രദാനം ചെയ്ത വാഗ്ദത്തമാണ്. നിന്റെ സൗഖ്യം, നിന്റെ അനുഗ്രഹം, നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ, ശത്രുവിന്റെ മേൽ നിനക്കുള്ള വിജയം, ദൈവിക സൂക്ഷിപ്പ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഇതെല്ലാം സ്വർഗം പ്രദാനം ചെയ്ത വാഗ്ദത്തമാണ്. നേടുന്നതിന് എന്ത് ചെയ്യണം? എങ്ങനെ നമുക്കത് നേടിയെടുക്കാം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചുകെട്ട തിരുവെഴുത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ തന്റെ പിൻഗാമികളായ ക്രൈസ്തവരോട് പറയുന്നു, നിങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ മന്ദതയുള്ളവരായി തീരാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവർക്ക് പിൻഗാമികളായി തീരുവിൻ. വാഗ്ദത്തം പ്രാപിക്കുവാൻ ഒന്നാമത് വിശ്വാസം, രണ്ടാമത്തെ വിഷയം ദീർഘക്ഷമയാണ്. ദീർഘക്ഷമ എന്ന വാക്കിന്റെ ആഴങ്ങൾ ചിന്തിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ, അവയോടൊപ്പം നിങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിപ്പാൻ നമുക്ക് കഴിയും. അടുത്ത ഒരു വർഷക്കാലം ഇതുപോലെ ഒരു കൺവെൻഷൻ ലഭിക്കുമോ, അതോ മരണത്തിന്റെ മണിനാദം അതിനു മുൻപേ നമ്മുടെ കാതിൽ കേൾക്കുമോ, അതിലുപരി നമ്മുടെ മശിക കാഹളധ്വനിയോടെ മടങ്ങി വരുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ദൈവമക്കളെ. ആകയാൽ സ്വർഗം തരുന്ന അവസരങ്ങളിൽ ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങാം. എന്തായിരിക്കും ഈ ദീർഘക്ഷമ എന്ന വാക്കിന്റെ അർത്ഥം? ദീർഘക്ഷമ എന്നുള്ളത് സർവ്വസാധാരണയായി പറയുന്നതാണ്. ക്ഷമ എന്നത് മാനുഷ്യ സ്വഭാവവും ദീർഘക്ഷമ എന്നുള്ളത് ദൈവിക സ്വഭാവവുമാണ്. ദീർഘക്ഷമ എന്ന വിഷയത്തിന്റെ ആഴങ്ങൾ അനേക വിശുദ്ധന്മാരിൽ കൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ് സത്യം. എന്തായിരിക്കും ദീർഘക്ഷമ? വേദപുസ്തകത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിപ്പോയി നാം പഠിക്കുമ്പോൾ ഈ ദീർഘക്ഷമ എന്ന വിഷയത്തെ നമുക്ക് 4 ദിശകളിൽ നിന്ന് വീക്ഷിക്കാം. അതിലെ ദീർഘക്ഷമയുടെ ഒന്നാമത്തെ വശം, സൃഷ്ടാവായ ദൈവം നിന്നോടൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു തരുന്ന സമയം വരെയും മനം അടുത്തു പോകാതെയും ദൈവത്തിനെതിരെ സംസാരിക്കാതെയും അവയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിന് ബൈബിൾ ദീർഘക്ഷമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീർഘക്ഷമയുടെ ഒന്നാമത്തെ വശം, കൃഷിക്കാരൻ കൃഷി ഇറക്കിയ ശേഷം വിലേറിയ ഫലത്തിനായി കാത്തിരിക്കും. അപ്പോസ്തലന്മാരിൽ അതീവ ശ്രേഷ്ഠനായി യാക്കോബ് തന്റെ ലേഖനത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു, കൃഷിക്കാരൻ വിലേറിയ ഫലത്തിനായി കാത്തിരിക്കുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകയാൽ തിരുവെഴുത്ത് പറയുന്നത് ദീർഘക്ഷമയുടെ ഒന്നാമത്തെ വശമെന്ന് പറയുന്നത്, ദൈവം ഒരു കാര്യം നമുക്ക് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ച് കിട്ടുന്നതുവരെയും മനം മടുക്കാതെയും ദൈവത്തിനെതിരെ സംസാരിക്കാതെയും അവയിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിന് ബൈബിൾ ദീർഘക്ഷമ എന്നാണ് പറയുന്നത്. അതാണ് ദീർഘക്ഷമയുടെ ഒന്നാമത്തെ വശം. ദീർഘക്ഷമയുള്ളവരായിരുന്നാലേ നമുക്ക് വാഗ്ദത്തം നേടാനൊക്കത്തുള്ളൂ. ഇന്നലെ നട്ട കപ്പക്കമ്പ് നാളെ പറിക്കാൻ കൊട്ടയും തൂമ്പായും കൊണ്ടുപോയാൽ കപ്പക്കമ്പ് പറിക്കാമെന്നല്ലാതെ അതിലൊരു കഷ്ണം കപ്പ പോലും കാണത്തില്ല. കൃഷിക്കാരൻ കൃഷി ഇറക്കിയ ശേഷം സൗമ്യതയോടെ മുൻമഴയും പിന്മഴയും പ്രതീക്ഷിച്ച് ഫലത്തിനായി കാത്തിരിക്കും പോലെ നിന്റെ ദൈവം നിന്നോടൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്, അത് നിവർത്തിച്ചു തരൂ. നിന്റെ മനം മടുക്കാതെ, നിന്റെ മനസ്സ് പതറിപ്പോകാതെ, ദൈവത്തിനെതിരെ നീ ചിന്തിപ്പാനോ സംസാരിപ്പാനോ ഇടം വരാതെ ആ സമയം വരെയും കാത്തിരിക്കണം. അതിന് ദീർഘക്ഷമ എന്ന് പറയാം. ഇനി അടുത്ത ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ, ക്ഷമ എന്നത് മാനുഷ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് യഹൂദന്മാർക്കിടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്,
ഒരിക്കൽ ക്ഷമിക്കുന്നവൻ അവൻ മനുഷ്യനാണ്. ഒരേ കാര്യം 2 പ്രാവശ്യം ക്ഷമിക്കുന്നെങ്കിൽ അവനൊരു ദൈവദൂതന് തുല്യനാണ്. ഒരേ വിഷയം 3 പ്രാവശ്യം ക്ഷമിക്കുന്നെങ്കിൽ അവൻ ദൈവത്തിന് തുല്യനാണ്. ഈ നാട്ടുംപുറത്തെ ഭാഷ കേട്ടിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പരേതനായ പത്രോസ് യേശുവിനോട് പോയി ചോദിച്ചു, ഗുരു, ഞാൻ എന്റെ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? നാട്ടുംപുറത്തെ വാക്കാണ്. ഒരു തെറ്റ് ഒരിക്കൽ ക്ഷമിക്കുന്നവൻ മനുഷ്യനാണ്. ഒരേ തെറ്റ് 2 പ്രാവശ്യം ക്ഷമിക്കുന്നവൻ ദൈവദൂതന് തുല്യനാണ്. ഒരേ തെറ്റ് 3 പ്രാവശ്യം ക്ഷമിച്ചു കൊടുത്താൽ അവൻ ദൈവത്തിന് തുല്യനാണ്. ഈ വലിയ അറിവോടുകൂടെയാണ് പത്രോസ് ശ്ലീഹ കർത്താവിന്റെ അടുക്കൽ ചെന്ന്, ഗുരു, ഞാൻ എന്റെ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? ചോദ്യത്തിന് മറുപടിയായി യേശു പറഞ്ഞു, 70 വട്ടം ക്ഷമിക്കണം. ഭയങ്കര വാക്ക്. ഒരേ വിഷയം 70 വട്ടം ക്ഷമിക്കണം. അപ്പോ ദീർഘക്ഷമയുടെ രണ്ടാമത്തെ വശം, ഒരേ തെറ്റ് പല പ്രാവശ്യം നിന്റെ സഹോദരൻ നിനക്കെതിരെ ചെയ്ത്, നിന്റെ അയൽവാസി നിനക്കെതിരെ ചെയ്ത്, നിന്റെ മേലുദ്യോഗസ്ഥർ നിനക്കെതിരെ ചെയ്ത്, നിന്റെ സഹപ്രവർത്തകൻ നിനക്കെതിരെ ചെയ്തിട്ട് സോറി 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 എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുന്ന പ്രവണതയ്ക്ക് ബൈബിൾ ദീർഘക്ഷമ എന്ന് പറയും. നമ്മുടെ ഇടയിലെ പരേതനായ പാസ്റ്റർ ഡോൺ അമേരിക്കയിൽ പാസ്റ്റായിരിക്കുന്ന കാലത്ത് സ്പാനിഷുകാരനുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം നമ്മുടെ ശുശ്രൂഷയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ചൂടാകുമ്പോൾ പെട്ടിയെടുത്തങ്ങ് പോയിക്കളയും. ഓരോ പ്രാവശ്യവും പാസ്റ്റർ ഡോണിനോട് എന്തെങ്കിലുമൊക്കെ കാര്യം അദ്ദേഹം കർക്കശമായി പറയുമ്പോൾ ഇദ്ദേഹം പെട്ടിയെടുത്തോണ്ടങ്ങ് പോകും. പോയി എയർപോർട്ടിൽ ചെന്നില്ലുമ്പോഴത്തേക്ക് ആ ചൂടങ്ങ് പോകും. പോയാൽ ഉടനെ സോറി പാസ്റ്റർ, സോറി പാസ്റ്റർ, ക്ഷമിക്കണേ എന്ന് പറയും. പാസ്റ്റർ ഡോൺ പറയും വന്നാത്തേന്ന്. ഓരോ പ്രാവശ്യവും തിരിച്ചു കയറ്റുമ്പോൾ പറയും എണ്ണിക്കോണം, ഇപ്പോൾ 40ാമത്തെ പ്രാവശ്യമാണ്. പിന്നെ പോകുമ്പോൾ പറയും എണ്ണിക്കോണം, ഇത് 41ാമത്തെ പ്രാവശ്യം. അപ്പൊ എത്ര പ്രാവശ്യം കയറ്റും? 70 പ്രാവശ്യം ഞാൻ നിന്നെ തിരിച്ചു കയറ്റും. കാരണം എന്താ? എന്റെ യേശു എന്നോട് പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ വന്ന് സോറി പറഞ്ഞാൽ അവനോട് 70 വട്ടം ക്ഷമിക്കണം. ആർക്കും ഉറക്കമൊന്നും വരരുത് ദൈവമക്കളെ. തുടക്കം മുതലേ ഒരു ചെറിയ ഉറക്കമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉറക്കം വരരുത്. നിത്യതയിൽ കിടന്നുറങ്ങാൻ ഇടവരാതിരിക്കാൻ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് കേട്ടോണം. അപ്പോൾ ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടാമത്തെ വശം ഇതാണ്. നിന്റെ സഹോദരൻ ഒരേ തെറ്റ് പല പ്രാവശ്യം ചെയ്ത് നിന്നോട് സോറി പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം ദൈവമക്കളെ. ബൈബിൾ അതിന് ദീർഘക്ഷമ എന്നാണ് പറയുന്നത്. ദീർഘക്ഷമയുടെ മൂന്നാമത്തെ വശത്തേക്ക് വരാം. നാം ഒരു മനുഷ്യനെ ആഴമായി സ്നേഹിക്കുമ്പോൾ, ആഴമായി സ്നേഹിച്ച് നീതി പുലർത്തുമ്പോൾ, അവർ നമ്മളോട് കരുണയും നീതിയും പരമാർത്ഥതയും ഇല്ലാതെ നമ്മളെ ആഴത്തിൽ ഉപദ്രവിക്കുകയും ആ ഉപദ്രവം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിക്കുകയും പിൽക്കാലത്ത് ആ മുറിവ് ഉണങ്ങാതിരിക്കുമ്പോൾ മറ്റുള്ളവർ ആ മുറിവിൽ തൊട്ട് നമ്മെ നിന്ദിക്കുകയും നമ്മെ തരം താഴ്ത്തുകയും നമുക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മുറിപ്പെടുത്തിയ ആ മുറിവ് വരുത്തിയവന്റെ മുഖം നമുക്ക് മറക്കാൻ കഴിയുമോ? ബൈബിൾ ഇതിന് ദീർഘക്ഷമ എന്നാ പറയുന്നു. നിങ്ങള് പ്രഖ്യാപിക്കും, അയ്യോ അതൊരിക്കലും സാധ്യമല്ല ബ്രദർ ജോസഫ്. ഞാൻ പറയുന്നവർക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരാളെ നിങ്ങൾ ആഴമായി സ്നേഹിക്കുമ്പോൾ ആ ആള് കരുണയും നീതിയും കൂടാതെ നിങ്ങളെ ഉപദ്രവിക്കുകയും ആ ഉപദ്രവം നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ മുറിവായി തീരുകയും പിൽക്കാലത്ത് ആ മുറിവ് ഉണങ്ങാതിരിക്കുകയും അതിൽ അനേകർ തൊട്ട് നിങ്ങളെ നിന്ദിച്ച് തരം താഴ്ത്തി സംസാരിക്കുകയും വേദനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുറിവുണ്ടാക്കിയ ആളിന്റെ മുഖം മറക്കാൻ കഴിയുമോ? അതിന് ബൈബിൾ ദീർഘക്ഷമ എന്നാ പറയുന്നു. കഴിയത്തില്ലെന്ന് പ്രഖ്യാപിക്കരുത്. കഴിഞ്ഞ പലരും തിരുവഴുത്തിലുണ്ട്. അതുകൊണ്ട് അവർക്ക് കഴിയുമെങ്കിൽ നമുക്ക് കഴിയുമെന്നുള്ളത് ഒരു നഗ്നസത്യമാണ് ദൈവമക്കൾ. അപ്പോൾ തിരുവഴുത്ത് പറയുന്നത് നമ്മളെ ആഴത്തിൽ മുറിപ്പെടുത്തി, പക്ഷേ ആ ആളിന്റെ മുഖം മറക്കും. എന്നോടൊരിക്കൽ യേശു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ തിരുവഴുത്തിൽ നിന്നെ പോലെ എന്നെ അനുഗമിച്ച ഒരാളുണ്ട്, പൗലോസ് ശ്ലീഹ. അദ്ദേഹം 195 അടി കൊണ്ടിട്ടുണ്ട്. 195 അടി കൊണ്ടിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും ബൈബിളിൽ ഒക്കെ ഉണ്ട് ഇത്. 195 അടി കൊണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആരെങ്കിലും തിരുവഴുത്തിൽ തന്നെ അടിച്ചത് ആരാണെന്ന് എഴുതിയിട്ടുണ്ടോ? എന്റെ വേദപുസ്തകത്തിൽ പൗലോസ് ശ്ലീഹായെ അടിച്ചത് ഇന്നാരാണെന്ന് പേരുള്ളവർ ദയവായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തിക്കാട്ട്. പൗലോസ് ശ്ലീഹ സുവിശേഷ നിമിത്തം 195 അടി കൊണ്ടിട്ടുണ്ട്. കോലിനാൽ അടിയേറ്റിട്ടുണ്ട്. തെരുവുനായെ കല്ലെറിയുന്ന പോലെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ അറിയാം, സിയോനെ കുറിച്ചും അതിനപ്പുറമുള്ളതും അറിയാം. പക്ഷേ പ്രാഥമികമായ അറിവ് പോലും പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലില്ല.
അഹങ്കരിക്കരുത്. ആ അഹങ്കാരത്തോടെ നാം നിത്യതയുടെ ഉയർന്ന ഭാഗമെന്ന് ചിന്തിക്കരുത്. പ്രാരംഭ വരികളിൽ പോലും ഓടിയെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ദുഃഖവും ലജ്ജയും നമുക്കുണ്ടായിരിക്കട്ടെ. പൗലോസ്ലീഹായെ 195 അടി അടിച്ചു. നിങ്ങളുടെ ആരെങ്കിലും തിരുവെഴുത്തിൽ അദ്ദേഹത്തെ അടിച്ചാലിന്റെ പേരെഴുതിച്ചുണ്ടെങ്കിൽ ദയവായി കൈവക്കിക്കാട്ട്. ഇല്ല, നമ്മുടെ ആരെയും ബൈബിളിൽ എഴുതിയിട്ടില്ല. തന്നെ അടിച്ചത് ആരാണെന്ന് എഴുതിയിട്ടില്ല. കാര്യമെന്ത്? അപ്പോഴേക്കും താൻ അടിച്ചവന്റെ മുഖം മറന്നു കഴിഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക, ദീർഘക്ഷമ കൊണ്ട് നിങ്ങൾക്ക് വാഗ്ദത്തം നേടാൻ നോക്കൂ. നാലാമത്തെ വശം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ പ്രത്യേക സാഹചര്യത്തിൽ തന്റെ നിലനിൽപ്പിനും തന്റെ മാന്യതയ്ക്കും അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും നന്മയ്ക്കു വേണ്ടി നമ്മെ ഉപദ്രവിക്കുകയും എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു, അയ്യോ ഞാനങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ, ഞാനങ്ങനെ ഉപദ്രവിക്കണ്ടായിരുന്നല്ലോ, ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് അവൻ പശ്ചാത്തപിക്കുകയും നമ്മോട് നേരിട്ട് സംസാരിക്കാനുള്ള ആത്മധൈര്യമില്ലെന്ന് വരികയും ചെയ്യുമ്പോൾ ഈ സത്യം അറിഞ്ഞാൽ നാം അവന്റെ അടുക്കൽ ചെന്നിട്ട്, സ്നേഹിത, നീ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, ഇപ്പോൾ എന്റെ യജമാനൻ അനുവദിച്ച വഴികളാണിതെന്ന് പറഞ്ഞ് അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യാൻ കഴിയുമോ? ഇതിനാണ് ബൈബിൾ ദീർഘക്ഷമ എന്ന് പറയുന്നത്. നമ്മളെല്ലാം പ്രിയം വരുമ്പോൾ പറക്കാനിരിക്കുകയാണ്. പറക്കും, ഇറച്ചിക്കോഴി പറക്കുന്ന പോലെ ആ കൊത്തത്തെങ്ങിന്റെ മണ്ട വരെ പറന്നിച്ച് തലയും കുത്തി താഴെ വീഴും. സൂക്ഷിച്ചോണം ദൈവമക്കളെ. ദൈവിക വാഗ്ദത്തങ്ങളെ നേടാനുള്ള കാര്യം പറയാം. ഇത് മനുഷ്യരൊന്നും പറഞ്ഞതല്ല. ചില നാളുകൾക്ക് മുമ്പ് യേശു എന്നോട് പറഞ്ഞതാണ്. പത്രോസ്ലീഹായുടെ നിഴല് തട്ടിയപ്പോൾ രോഗി എഴുന്നേച്ചു പോയല്ലോ, എന്താണ് അതിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ ഈ ആഴം എന്നോട് പറഞ്ഞു, ദീർഘക്ഷമ കൊണ്ട് വാഗ്ദത്തം നേടാനൊക്കത്തുള്ളൂ. യജമാനൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യം ചെയ്തു തരുന്നതുവരെയും മൗനം വീക്ഷിച്ചതിനായി കാത്തിരിക്കണം. നിന്റെ സഹോദരൻ നിന്നോട് ദ്രോഹം ചെയ്തിട്ട് സോറി പറഞ്ഞാൽ പിന്നെയും പിന്നെയും അവനോട് ക്ഷമിക്കണം. മൂന്നാമതേത്, ആഴമായി ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മുടെ പ്രാണനെ ഉപദ്രവിച്ച് നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ മുറിവേച്ചിട്ട് ആ മുറിവിൽ മറ്റുള്ളവർ തൊട്ട് നമ്മെ മനോവേദനപ്പെടുത്തുമ്പോൾ നമ്മെ ഉപദ്രവിച്ചവരുടെ മനസ്സ് ആ മുഖം മറക്കാൻ കഴിയുമോ? അതിന് നമുക്ക് ദീർഘക്ഷമ എന്ന് പറയും. നാലാമത്, ഒരാൾ നമ്മെ സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ സ്വന്തം നിലനിൽപ്പിനോ മാന്യതയ്ക്കോ വേണ്ടി നമ്മെ ഉപദ്രവിച്ചു പോയി. പക്ഷേ പിന്നീട് അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്, അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ, സോറി എന്നോർത്ത് പശ്ചാത്തപിക്കുന്നെന്ന് ബോധ്യപ്പെട്ടാൽ അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിതേ, നീ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവനോട് ക്ഷമിച്ച് അവനെ ആശ്വസിപ്പിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചിട്ടേ നമുക്ക് പോകാവൂ. നമ്മളൊരുപാട് ഉണർവില്ലേലും കുഴപ്പമില്ല. ചിലർക്ക് ഭയങ്കര ഉണർവാണ്. ഉണർവെന്ന് പറഞ്ഞാൽ അങ്ങ് 110ന്റെ ഉണർവിൽ കയറും. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും മേളിലോട്ട് കയറത്തില്ല. അതുകൊണ്ട് അത്രേ ഉണർവ് വേണമെന്ന് എന്റെ അഭിപ്രായത്തിൽ താല്പര്യമില്ല. ഇതെല്ലാം പ്രായോഗികമായി കൊണ്ടെത്തിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ നമ്മുടെ മുമ്പിൽ വലിച്ചടയ്ക്കും. നഗ്നസത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പൗലോസ്ലീഹായെ 195 അടി അടിച്ചില്ലേ? തന്നെ തെരുവുനായ കല്ലെറിയുന്ന പോലെ കല്ലെറിഞ്ഞില്ലേ? നീളമുള്ള ചൂരൽ കൊണ്ടടിച്ചില്ലേ? 14 ലേഖനത്തിലോ അപ്പോസ്തല പ്രവൃത്തിയിൽ തന്റെ ചരിത്രത്തിലോ തന്നെ അടിച്ചവന്റെ പേരെഴുതിയിട്ടുണ്ടോ? നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? അവന്റെ പേരെഴുതും, അവന്റെ അപ്പന്റെ പേരെഴുതും, അവന്റെ വല്യപ്പന്റെ പേരെഴുതും. എങ്ങനെയെങ്കിലും അവന്റെ DNA ബാംഗ്ലൂരിൽ അയച്ച് ടെസ്റ്റ് ചെയ്ത് അതുകൂടെ എഴുതി വെക്കും. അതുകൊണ്ടാണ് നമ്മുടെ നെല്ല് തട്ടിയിട്ട് രോഗിക്ക് സൗഖ്യം വരാത്തത്. ഇതാണ് അതിന്റെ ചുരുക്കം. അപ്പോൾ സഹോദരങ്ങളെ, ദൈവിക വാഗ്ദത്തം നേടണമെങ്കിൽ നിങ്ങൾക്ക് ദീർഘക്ഷമ വേണം. ദൈവം തമ്പുരാൻ പറഞ്ഞെങ്കിൽ അത് ചെയ്തു തരും. സഹോദരനോട് നീ ക്ഷമിക്കണം. അതിലുപരി ഇനി അടുത്ത ചോദ്യം, അങ്ങനെ ഒരാള് തെറ്റ് ചെയ്താൽ നമുക്ക് പോയി ക്ഷമ ചോദിച്ച് സോറി ഒക്കുമോ? പൗലോസ്ലീഹാ പറയാണ്, അവൻ അതിദുഃഖത്താൽ നശിച്ചു പോകാതിരിപ്പാൻ നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ. അങ്ങനെയല്ലേ വാക്ക്? 2 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്. ഒന്ന് വായിച്ചാട്ട്. 2 കൊരിന്ത്യരിലല്ലേ? 2:7 അവൻ അതിദുഃഖത്താൽ നശിച്ചു പോകാതിരിപ്പാൻ നിങ്ങൾ അവന്റെ അടുക്കൽ കണ്ടോ? വായിച്ചോ. എല്ലാവരുടെയും ബൈബിളിൽ ഉണ്ടെന്നേ. ഞാനും അത് തന്നെയാ പറഞ്ഞത്, പക്ഷെ വായിക്കാം.
അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും ക്ഷമിക്കണം. അടുത്തത് അവനെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുക ദൈവമക്കളെ. അദ്ദേഹം പറയാണ്, അതിദുഃഖത്താൽ അവൻ നശിക്കാതിരിപ്പാൻ അവനെ ആശ്വസിപ്പിക്കുകയും വേണം, അവനോട് നമ്മൾ ക്ഷമിക്കുകയും വേണം. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കവും ക്ഷീണവും വായിക്കോട്ടെ ഒന്നും വരരുത്. ഒരുപാട് കാര്യങ്ങൾ കേട്ടില്ലേലും ഇത് നമ്മുടെ ജീവിതത്തിന്റെ അത്യാവശ്യ വിഷയമാണ്. ദീർഘക്ഷമ കൊണ്ടേ നമുക്ക് വാഗ്ദത്തം നേടാനൊക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ആരാണെന്നുള്ളത് അറിയുന്നത് പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞതുകൊണ്ടോ മാധുര്യമായി പാടിയതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ഉണർവൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ. സാത്താൻ നിങ്ങളുടെ പ്രാണനെ വേട്ടയാടുവാൻ ഒരു പ്രതിസന്ധിയുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ അപ്പോൾ എടുക്കുന്ന നിങ്ങളുടെ പ്രതികരണവും നിങ്ങളുടെ മനോഭാവവും എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആത്മീയരാണോ അല്ലേ എന്നറിയുന്നത്. പലർക്കും ഇതറിഞ്ഞുകൂടാ. പലരും ആത്മീയരെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അല്ലെങ്കിൽ ആത്മാവിലൊക്കെ നമുക്ക് സന്തോഷിക്കാം. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതെല്ലാം ആത്മീയതയുടെ ഒരു വശമാണ്. മറുഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മശിഹായുടെ ക്രൂശ് മരണം യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മുടെ ജീവിതവും യാഥാർത്ഥ്യമാണ്. കഴിയുന്നില്ലെങ്കിൽ ദൈവം തമ്പുരാനോട് കഴിയുന്നില്ലെന്ന് പറഞ്ഞാട്ട്. അപ്പോൾ വാഗ്ദത്തം നേടുവാൻ നമുക്ക് ദീർഘക്ഷമ വേണം. എന്താണ് ദീർഘക്ഷമ? യജമാനൻ പറഞ്ഞ കാര്യം നിവർത്തിച്ചു തരും, തത്സമയം വരെയും മൗനമായിരുന്നാട്ട്. നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ നിന്നോടൊരു തെറ്റ് ചെയ്തു പോയി. ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡോണിന്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, പിന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും പറയും, എണ്ണിക്കോ 40, അടുത്ത 41 ഇങ്ങനെ പറയും. എന്താണ്? എന്നോട് 70 വട്ടം ക്ഷമിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലുപരി ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാൾ നമ്മളെ ഉപദ്രവിച്ച് ആ മുറിപ്പാടിൽ മറ്റുള്ളവർ നമ്മെ തൊട്ട് നമ്മെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മുഖം ഓർക്കാതിരിക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ? കഴിയുമെന്ന് വിശ്വാസമുള്ളവർ ദയവായിട്ട് എന്ന കാര്യങ്ങൾ ഉയർത്തിക്കട്ടെ. ഉറക്കപ്പിച്ചയിരുന്ന് ആരും കൈവക്കരുത്. ഇത് അങ്ങിങ്ങായിട്ടൊക്കെ പലരും കൈവക്കുന്നുണ്ട്. പലരും അധൈര്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇത് കഴിയത്തില്ല എന്ന് ഒരു നാൾ ഞാൻ യേശുവിനോട് നേരിട്ട് പറഞ്ഞതാ. അന്ന് യേശു എന്നോട് പറഞ്ഞു, കഴിയുന്നില്ല എങ്കിൽ നിത്യതയുടെ വാതിൽ അടഞ്ഞു പോകുമെന്ന്. ഞാൻ ഭയപ്പെട്ടു പോയി. വേദപുസ്തകത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു വാക്യമുണ്ട്. എന്തെന്നറിയാമോ? അടുത്ത കാലത്ത് ഒരു കത്തോലിക്കാ സഭയിലെ ഒരു സന്യാസി ഭക്തൻ പ്രസംഗിച്ചത് ഞാൻ യാദൃശ്യമായി കേട്ടു. 28ഓളം വർഷമായി പൗരോഹിത്യ ആ സന്യാസിത്വമേറ്റ് അദ്ദേഹം പറഞ്ഞത്, എന്റെ പ്രാണൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. അന്താളിൽ ഇടത്തു നിൽക്കുന്നവരോട് ഞാൻ നിങ്ങളെ ഒരുതോളം അറിയുന്നില്ല. എന്തൊരു ഭയാനകത! നമ്മളൊരു വ്യക്തിയെ ആഴമായി സ്നേഹിച്ച് ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തിനായി ജീവിച്ച് അദ്ദേഹത്തെ സേവിച്ചിട്ട് വിധിയുടെ നാളിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അരിഷ്ടപ്പെട്ട വാക്ക് നമ്മുടെ കാതിൽ കേൾക്കാൻ മറ്റേതെങ്കിലും ഉണ്ടോ? ദീർഘക്ഷമ കൊണ്ടേ നമുക്ക് വാഗ്ദത്തം നേടാനൊക്കത്തുള്ളൂ. നാം ദീർഘക്ഷമയുള്ളവരായിരുന്നാലേ ദൈവിക വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കാൻ ഒക്കൂ. നന്നായിട്ടൊന്ന് ചിന്തിച്ചാട്ടെ. അപ്പോൾ ഇത് കഴിയുമോ എന്നൊരു ചോദ്യമാണ്. കഴിയത്തില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനോഭാവം. പ്രിയ സഹോദരങ്ങളെ, പൗലോസ്ലീഹായ്ക്ക് അത് കഴിഞ്ഞോ? നമ്മെ പോലെ കർത്താവായ യേശുവിനെ സ്വീകരിച്ച് ആ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ പ്രവർത്തനങ്ങളെ ചെയ്ത പൗലോസ്ലീഹായ്ക്ക് അത് കഴിഞ്ഞെങ്കിൽ കർത്താവായ യേശുവിന്റെ സ്നേഹത്താലും അവന്റെ കൃപയാലും എന്നെ കൊണ്ടത് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നമുക്കത് കഴിയും. കഴിയത്തില്ലെന്ന് പറഞ്ഞ് ദയവേത് സ്വർഗവാതിൽ അടയ്ക്കരുതേ. ദയവേത് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. കഴിയത്തില്ലെന്ന് പ്രഖ്യാപിച്ച് അലസപ്പെട്ടു പോകരുത്. ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം സ്വർഗം നിനക്ക് തുറന്നു തരും. പക്ഷെ നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യണം. എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് പോകാനൊക്കത്തില്ല. നന്നായി ഗ്രഹിച്ചാട്ടെ. വേദപുസ്തകം സത്യമാണ്, മശിഹായുടെ ക്രൂശ് മരണവും സത്യമാണ്. ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. ആകയാൽ ദീർഘക്ഷമ കൊണ്ട് മാത്രമേ നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങളെ നേടാനൊക്കത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു ചോദ്യം, നമുക്ക് എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം? ഒരു മനുഷ്യനെ കൊണ്ടത് ഒക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, 195 അടി കൊണ്ടു. യാദൃശ്യമായി പൗലോസ്ലീഹായുടെ റൂമിൽ നിങ്ങൾ കയറി ചെന്ന് അദ്ദേഹം ഡ്രസ്സ് മാറുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം ഒന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ചെങ്ങന്നൂർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഉണക്കമീൻ കീറിയതുപോലിരിക്കും മുതുക്. 195 അടി കൊണ്ടിട്ടുണ്ട്. 39 അടി വീതം 5 വട്ടം. ഒരിക്കൽ കോലിനാൽ അടിയേറ്റു,
ഒരിക്കൽ കല്ലേറിയിച്ചു. പക്ഷെ അടിച്ചതാരാണെന്നും തന്നെ കല്ലെറിഞ്ഞതാരാണെന്നും തന്റെ 14 ലേഖനങ്ങളിലും എഴുതിയിട്ടില്ല. എത്രയോ ഭയാനകമായ വിഷയമാണിത്. അദ്ദേഹത്തിന്റെ പിൻഗാമികളല്ലേ നമ്മൾ? അദ്ദേഹം യാത്ര ചെയ്ത പോലൊരു ക്രിസ്തീയ ജീവിത യാത്രയല്ലേ നമ്മൾ ചെയ്യുന്നത്? നിങ്ങളുടെ മനം അടുത്തൊന്നും പോകരുത്. വലിയ പ്രതീക്ഷയോട് എന്തൊക്കെയോ നിങ്ങൾ തോണ്ടോട്ടയ്ക്കകത്ത് കൊണ്ടുപോകാന്നുള്ള ചിന്തയിലാണ് വന്നത്. എന്നാലും നരകവാതിൽ തുറന്ന് സ്വർഗവാതിൽ അടയപ്പെടാതിരിക്കാനുള്ള അത്യാവശ്യ കാര്യമാണ് പറയുന്നത്. നമുക്ക് ദീർഘക്ഷമയുണ്ടെങ്കിലേ വാഗ്ദത്തം നേടാനൊക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി നീ ചുമന്ന് അലയുമെന്നല്ലാതെ അതിൽ ഒന്നുപോലും തുറന്ന് നിനക്കത് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ല. ഒന്നാമത് വിശ്വാസം വേണം, രണ്ടാമത് ദീർഘക്ഷമ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ക്ഷമിക്കാനൊക്കും? വേദപുസ്തകത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്ങനെ നമുക്കതങ്ങനെ ക്ഷമിക്കാനൊക്കും? മാനുഷ്യബുദ്ധി കൊണ്ട് അത്ഭുതമാണല്ലേ? മാനുഷ്യബുദ്ധി കൊണ്ട് സാധിക്കുമോ സഹോദരങ്ങളെ? ചില മനുഷ്യരെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? 150 കൊല്ലം കഴിഞ്ഞാലും അവൻ ചെറിയ കാര്യങ്ങൾ പോലും ഓർമ്മയിൽ എഴുതി സൂക്ഷിച്ച് പ്രതികാരത്തിന് വാഞ്ചിക്കും. അതോടൊപ്പം പാട്ടുപാടും, അതോടൊപ്പം ആത്മാവിന്നറിയും, അതോടൊപ്പം വേണമെങ്കിൽ അന്യഭാഷയും പറയും. ചിലർക്ക് ഉണർവുണ്ടായ ഭയങ്കര ഉണർവാണ്. ഉണർവെന്ന് പറഞ്ഞാൽ, ഞാൻ പറവൂരിയ്ക്കുമ്പോൾ അവിടെ ഒരു കൊച്ചുമറിയാമയുണ്ട്. കൊച്ചുമറിയാമ എന്ന് പറയുന്നത് മറിയാമയ്ക്ക് നീളം കുറവായതുകൊണ്ടാണ്. കൊച്ചുമറിയാമ ഭയങ്കര ഉണർവാണ്. ചിലപ്പോഴൊക്കെ ഉണർവുണ്ടായി പുറകിൽ നിന്ന് കാത്തിരിപ്പിന് ഉണർന്ന് മുമ്പിൽ വന്ന മദർമാരിയ്ക്കുന്ന ഭിത്തിക്കിട്ടിടിച്ച് റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ചു പോകുന്നതാണ്. തിരിച്ചു പോകും, അത്ര ഉണർവാണ്. ഒരു പ്രാവശ്യം ഉണർവുണ്ടായി അങ്ങ് ഷട്ടറിന്റെ പുറത്തോട്ട് പോയി. പിന്നെ ഞാൻ ആളിനെ വിട്ടുപിടിപ്പിച്ചു. ദൈവമക്കളെ, അത്രമാത്രം ഉണർവ് നമുക്കില്ലെങ്കിലും ഒരു നഗ്നസത്യം ഞാൻ നിങ്ങളോട് പറയാം. മശിഹ മടങ്ങി വരാറായി, കൃപയുടെ വാതിൽ അടയാറായി. യേശുവിന്റെ വരവെന്നുള്ളത് നിനക്ക് സ്വർഗം പ്രദാനം ചെയ്ത വാഗ്ദത്തമാണ്. വാഗ്ദത്തത്തിന്റെ വാതിൽ അടയരുത്. നമുക്ക് മടങ്ങിപ്പോകാം. നമ്മൾ വളരെ സീറോയാണ്, വളരെ വളരെ സീറോ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല നിത്യതാ സഹോദരങ്ങളെ. നിത്യതയുടെ ആഴം പഠിക്കുമ്പോൾ നമ്മൾ അമ്പരന്നു പോകും. അയ്യോ, ചില ഭക്തന്മാർ അതിന്റെ ആഴങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിറയ്ക്കുന്നു. ഓർത്തുകൊള്ളണമേ, നമുക്കങ്ങനെ ക്ഷമിക്കണം. താല്പര്യമുള്ളവരുണ്ടോ? ഇന്ന് രാത്രിയിൽ ബ്രദർ ജോസ് പറയുന്ന വചനം സത്യമാണ്, തിരുവഴുത്തിലെ സത്യമാണ്. അത് വിശ്വസിക്കുകയാണ്. എനിക്കും ആഗ്രഹമുണ്ട് എന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ആ വാഗ്ദത്തങ്ങൾ എനിക്ക് നേടിയെടുക്കണം. അതിൽ താല്പര്യമുള്ളവർ ദയവായിട്ടൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. താല്പര്യമുള്ളവർ ദയവായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. നിങ്ങളുടെ ആഗ്രഹത്തെ സ്വർഗം മാനിക്കട്ടെ. കർത്താവായ യേശുവിന്റെ കൃപ കൊണ്ടും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം കൊണ്ടും നിന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും ആ പൗലോസ്ലിഹായിൽ പകർന്ന കൃപ നിന്നിൽ പകർന്ന് നീ ദീർഘക്ഷമയ്ക്ക് അവകാശിയായി നിനക്കുള്ള വാഗ്ദത്തങ്ങളെ നീ തുറക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് എങ്ങനെ ആ കാര്യങ്ങൾ നേടിയെടുക്കാം? ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് അറിയുന്നത്. മറ്റെല്ലാം നമുക്കറിഞ്ഞുകൂടാ. ഞാനൊരിക്കലും ഒരു രോഗിയായിരിക്കുമ്പോൾ മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ശാരീരികമായി വലിയ കഷ്ടത്തിലായിരിക്കുമ്പോൾ ഒന്നിനു പിന്നാലെ ഇങ്ങനെ രോഗങ്ങളും കഷ്ടങ്ങളും എന്റെ പ്രാണനെ വേട്ടയാടിയപ്പോൾ ഒരു ദരിദ്രനായ ഒരു യാചകൻ മുളന്തുരുത്തി ഫെയ്ത്തോമിൽ കയറി വന്നു. ദരിദ്രനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ ഗ്രില്ലിൽ പിടിച്ച് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ എന്നാ കാണാമെന്നോ. അപ്പൊ എനിക്ക് തോന്നി എന്തോ കാര്യം സാധിക്കാൻ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോയി നേരെ കൈകെട്ടി നിന്നു. ഞാൻ പറഞ്ഞു, എന്റെ നീളം 5 അടി 8 ഇഞ്ചാണ്, തൂക്കം 78 കിലോയാണ്, പ്രായം ഇത്രാണ്. ശരി, കണ്ടോ, മതി, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അയ്യോ, ഞാനേ ഒരു കാര്യം പറയാൻ വന്ന, ഞാനിവിടെ നിരുന്നോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം കയറി അകത്തോട്ടിരുന്നു. ഞാൻ തൊട്ടടുത്ത സെറ്റിയിൽ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നു. എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ആദ്യത്തെ ചോദ്യം, തിരുവഴുത്തിലേറ്റവും ദുഃഖിച്ച പ്രവാചകൻ ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിയാമോ? ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ആരും ദുഃഖിച്ചിട്ടില്ലല്ലോ. സൗമ്യതയോടെ പറഞ്ഞു, അത് യിരെമ്യാവാണ്. യിരെമ്യാവ് ദുഃഖിച്ചപ്പോഴൊക്കെയും യഹോവയുടെ അരുളപ്പാടുണ്ടായി. നാം ദുഃഖിക്കുമ്പോഴൊക്കെയും മാത്രമേ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടത്തുള്ളൂ. ഞാൻ മിണ്ടിയില്ല. അടുത്തത്, അല്പത്തിൽ വിശ്വസ്തനായിരിക്കണം.
അധികത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആരോഗ്യമുണ്ട്, ശുശ്രൂഷയുണ്ട്, സമ്പൽ സമൃദ്ധിയുണ്ട്, മാന്യതയും ബഹുമാനവും ഉണ്ട്. അതിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ആരോഗ്യം പോയി, പ്രാപ്തി പോയി, ഓർമ്മ പോയി, എല്ലാം നഷ്ടപ്പെട്ട ഒരു ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ യജമാനെതിരെ പറയാതെ വിശ്വസ്തത സൂക്ഷിക്കാൻ ഒക്കുമോ? ഞാൻ അമ്പരന്ന് പോയി. പിന്നെ ഒന്നൊന്നായി പറയുക. 5 നിമിഷം കഴിഞ്ഞുടനെ അദ്ദേഹം എഴുന്നേറ്റു. ഞാനൊരു മനുഷ്യബുദ്ധിയോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയിൽ ഒരു പാട്ട് പാടണം. ഞാൻ ചോദിച്ചാ എന്താണ്? ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദം അതേ എന്ന് പാടണം. ഞാൻ ചോദിച്ചാ എന്താ? അത് ദൂതന്മാർ സ്വർഗത്തിൽ പാടുന്ന പാട്ടാണ്. നമ്മൾ ആ പാട്ട് പാടിയാൽ നമ്മുടെ സംരക്ഷകരായ ദൂതന്മാർ മീറ്റിംഗ് സ്ഥലത്ത് നമ്മുടെ കൂടെ പാടും. അത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് പറഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മൾ പ്രതിസന്ധി നേരിടുമ്പോഴാണ്, പ്രശ്നങ്ങൾ പ്രാണനെ വേട്ടയാടുമ്പോഴാണ് നമ്മൾ ആത്മീയരാണോ പ്രാകൃതരാണോ എന്നറിയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിങ്കൽ മടങ്ങിപ്പോകാം. രക്ഷയുടെ സുവിശേഷത്തിന്റെ ശബ്ദം ഭൂമിയിൽ അവസാനിക്കാറായി, കൃപയുടെ വാതിലടയാറായി, രക്ഷകന്റെ ആഗമനത്തിന്റെ സമയം അടുത്തുപോയി. പ്രിയ ദൈവമക്കളെ, നിത്യതയുടെ കവാടം അടയരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങനെ തന്നെ ക്ഷമിപ്പാൻ എനിക്ക് കൃപ തരണമേ. ദീർഘക്ഷമയുള്ളവനാക്കി എന്നെ തീർക്കണമേ. ദീർഘമായി ക്ഷമിക്കുവാൻ, നിന്റെ സമയം വരെ കാത്തിരിപ്പാൻ, അയ്യോ ഹൃദയപൂർവ്വം അവന്റെ മുഖം മറന്നു കളയുവാൻ, അവന്റെ ദുഃഖവേളയിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ പൗലോസ്ലിഹായ്ക്ക് കഴിഞ്ഞെങ്കിൽ എന്നെ കൂടെ അങ്ങനെ സഹായിക്കണമേ. നമ്മളെ കൊണ്ടുവെക്കുമോ? പൗലോസിനെയും ശീലാസിനെയും അടിച്ച് കാരാഗ്രഹത്തിന്റെ അറയ്ക്കുള്ളിൽ അടച്ചിട്ട് അവർ പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയുമ്പോൾ കാരാഗ്രഹ പ്രമാണിയോടി വന്ന് അവന്റെ കയ്യിലിരുന്ന് വാളൂരി നെഞ്ചത്ത് കുത്തി കയറ്റാൻ ശ്രമിക്കുമ്പോൾ പൗലോസോടി വന്ന് പറഞ്ഞു, സീത സോറി, നീ ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. നമുക്ക് പറയാൻ നോക്കുമോ? നമ്മളാണെങ്കിൽ പറയും, അവന്റെ മുതുകത്തൂടെ വാള് കയറട്ടെ എന്ന് പറയും. 5 നിമിഷം മുമ്പ് അവൻ എന്നെ അടിച്ച് ചങ്ങലയിലിട്ടവനല്ലേ എന്ന് ചോദിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിയിൽ കാഹളധ്വനിയോടെ മശിഹ മടങ്ങി വന്നാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്താം. അങ്ങിങ്ങായിട്ടേ ഉള്ളൂ. 10,000-2000 പേരിരിപ്പുണ്ട്. 3 പേരുടെ കൈ പൊങ്ങിയിട്ടുണ്ട്. ഇത് അവിടെ 4മതൊന്ന് പൊങ്ങുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വർഗം നിങ്ങളുടെ മുൻപിൽ അടയപ്പെടുമെങ്കിൽ, യേശു വരുമ്പോൾ ശരീരം രൂപാന്തരപ്പെടത്തില്ലെങ്കിൽ, നാം ജീവിച്ചതെന്തിന്? നാം വിശ്വസിച്ചതെന്തിന്? ഈ വലിയ രക്ഷ ജീവിതത്തിൽ പ്രാപിച്ചതെന്തിന്? രാത്രി സ്വന്തം മനസ്സാക്ഷിയെ നിർത്തിയിട്ട് നിങ്ങൾ മടങ്ങിപ്പോകാവൂ. ചോദിക്കുക, ഈ രാത്രിയിൽ ഞാൻ പ്രാണൻ വിട്ട് നിത്യതയിലെത്തിയാൽ സ്വർഗം എന്റെ മുമ്പിൽ തുറന്നു കിടക്കുമോ? മശിഹ കാഹളധ്വനിയോടെ മടങ്ങി വന്നിട്ട് ഈ രാത്രിയിൽ എന്റെ ശരീരം രൂപാന്തരപ്പെടുമോ? ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, ആഴത്തിൽ നമുക്ക് പരിചയമുണ്ട്. ഇതൊന്നും നിത്യതയുടെ വാതിൽ നമുക്ക് തുറന്നു തരത്തില്ല സഹോദരങ്ങളെ. അപ്പോൾ നമുക്ക് ക്ഷമിക്കണം, നമ്മുടെ സമയം കടന്നു പോകുന്നു. നമുക്ക് എങ്ങനെ ആ അവസ്ഥയിലേക്ക് വന്നെത്താം? വാഗ്ദത്തം ജീവിതത്തിൽ വേണ്ടേ? അത് പ്രാപിക്കണ്ടേ? ദൂതുകളായി നിനക്ക് ലഭിച്ചില്ലേ? അഭിഷേകമായി നിനക്ക് ലഭിച്ചില്ലേ? ദർശനമായി നിനക്ക് ലഭിച്ചില്ലേ? പക്ഷേ അതെങ്ങനെ നേടിയെടുക്കാം? അതിന് നിനക്ക് ദീർഘക്ഷമുള്ളവനാകണം. എങ്ങനെയാണത് പ്രാപിക്കാൻ കഴിയുന്നത്? വേദപുസ്തകത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്രകാരം നമുക്ക് ക്ഷമിക്കണമെങ്കിൽ ഒന്നാമത്തെ വിഷയം, നമ്മൾ നമ്മുടെ പ്രാണനെ സ്നേഹിക്കണം. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നമ്മുടെ പ്രാണനെ സ്നേഹിക്കണം. ഹബക്കുക്ക് എന്ന പ്രവാചകൻ പറയുകയാൽ, നീ നിന്റെ പ്രാണനോട് പാപം ചെയ്തു, നീ നിന്റെ പ്രാണനെ ദ്രോഹിച്ചു. ഇപ്പൊ നമ്മുടെ പ്രാണനെ നമുക്ക് സ്നേഹിക്കണ്ടേ? സ്വർഗമല്ലേ നമുക്ക് വലുത്? ഈ ലോകത്തിലെ സ്ഥാനമാനമല്ല ഇവിടെ കെട്ടൊടുങ്ങും. പ്രിയമുള്ളവരെ, നമ്മൾ ചാകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? ചിലരെയൊക്കെ പോക്കും വരവും കണ്ട 1 ലോറി 1.5 ഇഞ്ച് മെറ്റിലും കൊണ്ട് പോകുമെന്നാ ചിന്ത. ചുമ്മാതാണ് സഹോദരങ്ങളെ, ഒരു ചുക്കും കൊണ്ടുപോകത്തില്ല. ഈ ലോകത്തിലെ സ്നേഹവും കരച്ചിലും നിലവിളിയും ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ബലൂൺ ഊതി വീർപ്പിച്ചതുപോലെ ഉള്ളൂ. നമ്മുടെ നാളുകളൊക്കെ എണ്ണപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരമല്ലേ? ഈ 70 സംവത്സരം നിങ്ങൾ കണക്കുകൂട്ടിയാൽ 25,567 ദിവസമേ ഉള്ളൂ. അതിലൊരു 8,000 ദിവസം ഭക്ഷണം കഴിച്ചും വസ്ത്രം കഴിച്ചും നിങ്ങൾ കളയും. പിന്നെ ശേഷിപ്പുള്ളതിൽ ശിശുപ്രായവും വാർദ്ധക്യവും പോകും. ഇതിൽ 3-1 ഉറങ്ങിപ്പോകും. പിന്നെന്താണുള്ളത്?
ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. എനിക്കിനിയിപ്പം കണക്കനുസരിച്ച് ഏതാണ്ട് 4500 ദിവസം കൂടെ ഉള്ളൂ. ഒരു ആവറേജ് കണക്ക് കൂട്ടിയിട്ടേ 4500 ദിവസം കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം തീർന്നു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊക്കെ ഇവിടുന്ന് പോകണ്ടേ? ഒരു ദിവസം ഇവിടം വിട്ട് നമ്മൾ പോകണ്ടേ? പലരും ഇത് ചിന്തിക്കുന്നില്ല. അവരൊരു പ്രത്യേക അനുഭവത്തിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിത സഹോദരങ്ങളെ, ഹരിത ഇടയ്ക്കൊക്കെ ഒന്ന് എണ്ണിക്കോണം. ഞാൻ ഓരോ മീറ്റിംഗ് കഴിഞ്ഞേച്ചു പോകുമ്പോൾ ഉറക്കം വരാത്ത രാത്രിയിൽ പ്രതിയെ കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് അടിച്ചു നോക്കും. ബാലൻസ് ഇനി എത്ര ദിവസം കൂടെ ഉണ്ടടാ. ഒരു ആവറേജ് കണക്ക് 3625 ദിവസമേ ഉള്ളൂ ഒരു വർഷമെന്ന് പറയുന്നത്. 10 വർഷമെന്ന് പറയുന്നത്. 10 വർഷം കിട്ടിയാൽ ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണപ്പെട്ടവരാണ്, വഴിയാത്രക്കാരാണ്. നമ്മളിവിടെ വിട്ടു പോകണമേ. നിത്യതയുടെ കവാടം അടയപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ സ്നേഹിക്കണം. യേശു ഒരിക്കൽ തന്റെ സ്ത്രീഹന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും പിഴകളെയും ക്ഷമിച്ചിട്ടില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. തിരുവെഴുത്തൊന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷത്തിലല്ലേ ആ വാക്ക് പറഞ്ഞത്? 6-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും നമ്മുടെ പിഴകളൊന്നും ക്ഷമിക്കത്തില്ലെന്ന് പലർക്കും ഇത് അറിഞ്ഞുകൂടാ. നമ്മൾ വലിയ പ്രതീക്ഷയോടാണ് സ്വർഗത്തിൽ ചെല്ലുന്നത്. ഇംഗ്ലീഷുകാർ ഇങ്ങനൊരു വാക്ക് പറയാറുണ്ട്. എടാ, നീ ഉറങ്ങും മുമ്പ് നീ മറ്റൊരുവന്റെ തെറ്റ് ക്ഷമിച്ചു കൊടുത്താൽ നീ ഉണരും മുൻപ് ദൈവം നിന്റെ തെറ്റ് ക്ഷമിക്കും. ഇംഗ്ലീഷുകാരുടെ ഒരു ഭാഷയാണ്. ഉറങ്ങും മുമ്പേ നീ അന്യന്റെ പാപങ്ങളെ ക്ഷമിച്ചാൽ ഉണരും മുമ്പേ ദൈവം നിന്റെ പാപം ക്ഷമിക്കുമെന്ന്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, യേശു പറഞ്ഞ വാക്കാണ് ഇത്. ആരെങ്കിലും പെന്തിക്കോസിലെ മത്തായി ഉപദേശിച്ച് പറഞ്ഞ കാര്യമല്ലിത്. ഇത് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതാ. ഓർമ്മയിൽ എഴുതി സൂക്ഷിച്ചേരെ. നമ്മളിവിടെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൗലോസിന്റെ വാക്ക് വാടകയ്ക്കെടുത്തൊക്കെ ഒട്ടിച്ചാ പറഞ്ഞു വിടുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ പാടി, മലയാളത്തിൽ പാടി, എന്തെല്ലാം പറഞ്ഞു ഇല്ലേ, ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞു വിട്ട് അവിടെ ചെല്ലുമ്പോഴോ അന്തിമ വിധിയുടെ നാളിൽ ഒരു വലിയ സമൂഹം ലജ്ജിക്കും. എന്താ അവർ കേൾക്കാൻ പോകുന്നത്? അന്തിമ വിധിയുടെ നാളിൽ നിത്യലജ്ജയിലേക്ക് വരും. രഹസ്യം എന്ത്? അന്നാണ് അവരറിയാൻ പോകുന്നത് അവരുടെ പാപങ്ങളും കടങ്ങളും പിതാവ് ക്ഷമിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം പ്രാണനെ സ്നേഹിക്കുകയാണ്. എനിക്ക് സ്വർഗത്തിൽ പോണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ വാതിൽ എന്റെ മുമ്പിൽ അടയരുതേ എന്ന് ചിന്തയുണ്ടെങ്കിൽ, നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. പലർക്കും ഉറക്കം വന്നു തുടങ്ങി. പലരും ഇടംവലം ചരിഞ്ഞ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടാനിരിക്കുന്ന പോലെ ഇരിക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ 9 മണിക്കേ നിർത്തത്തുള്ളൂ, പറയാനുള്ളത് മൊത്തം പറയും. അല്ലെങ്കിൽ വിധിയുടെ നാളിൽ യജമാനൻ ചിലപ്പോൾ എന്നോടും കൂടെ ചോദിക്കും. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എങ്ങനെ നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കേണ്ട വിഷയം ഇതാണ്. ഒന്നാമത്തെ വിഷയം, സ്വന്തം പ്രാണനെ സ്നേഹിക്കണം. നമുക്ക് ഒക്കുമോ സഹോദരങ്ങളെ? ഞാനൊരിക്കലൊരു യൗവനക്കാരനെ കണ്ടു. അവന്റെ അരിഷ്ടാവസ്ഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനവനോട് ചോദിച്ചു, നീ എങ്ങനെയാടാ അത് ക്ഷമിച്ചെന്ന്. അപ്പോൾ എന്നോട് പറയാണ്, വാസപ്പച്ച 2 കാര്യമാണ്. ഒന്ന്, ഞാനത് ക്ഷമിച്ചില്ലെങ്കിൽ അവർ നരയോഗ്യരായി നിത്യനരകത്തിൽ പോകും. 2, ഞാനത് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഈ വലിയ രക്ഷയും ഈ അഭിഷേകവും എനിക്ക് വ്യർത്ഥമായി പോകും. ഞാൻ ഭയപ്പെട്ടുപോയി. ഒരു കൊച്ചി യൗവനക്കാരൻ ഏകനായി യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നും മടങ്ങി വന്നിട്ട് അവന്റെ ജീവിതത്തിലെ ഒരു ദാരുണമായ അവസ്ഥയ്ക്കപ്പുറം അവൻ ദീർഘമായി ക്ഷമിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോൻ എങ്ങനെയാണിത് ചെയ്തത്? അതെങ്ങനെ സഹിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ്, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അവർ നരകയോഗ്യരാകും. അവരോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗം എന്റെ മുമ്പിൽ അടയും. എനിക്ക് കിട്ടിയ രക്ഷയും അഭിഷേകവും വ്യർത്ഥമായി പോകും. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഒരു സത്യം അറിഞ്ഞാട്ട് മെസ്സിഹായുടെ മടങ്ങി വരവും നിന്റെ ശരീര രൂപാന്തരവും ദൈവിക വാറ്റത്വമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നമുക്കതൊക്കത്തില്ലല്ലേ? നമ്മൾ ആത്മാവിൽ നിന്നറിയും, അന്യഭാഷ പറയും, സംഭവങ്ങളൊക്കെ സത്യമാണ്. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് എന്താന്ന് ചോദിച്ചാൽ ധൈര്യമായി പറയാൻ ഒറ്റ കുഞ്ഞുങ്ങൾ കാണത്തില്ല. 1966 നമ്മുടെ അയൽവാസി അവർ അച്ഛൻ നമ്മളെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഓർമ്മയോടെ പറയും. മറക്കരുതേ, ഓർത്തിരുന്നോണം, വിധിയുടെ നാളിൽ കണക്ക് പറയേണ്ടതാണ്. പലരും വെള്ളത്തിലാകും. ഉള്ള കാര്യം ഞാൻ പറയാം സഹോദരങ്ങളെ.
മനുഷ്യൻ നമ്മളെ പുകഴ്ത്തിയോണ്ടോ ഉയർത്തിയോണ്ടോ ഒന്നും സ്വർഗം തുറന്നു കിട്ടത്തില്ലല്ലോ. ചില കാര്യങ്ങളുടെ മുഖത്തൊക്കെ യേശു ചില കാര്യം പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ ഒക്കുമോ? എന്നോട് രാത്രിയിൽ പറഞ്ഞതാണ്, നിങ്ങൾ ക്ഷമിച്ചേ ഒക്കൂ, ക്ഷമിക്കത്തില്ലെങ്കിൽ നടക്കത്തില്ല. അയ്യോ, അതൊരിക്കലും ഒക്കത്തില്ല, ഇതൊന്നും പറഞ്ഞാൽ നടക്കുകയല്ല. നീ മാത്രമല്ല ഞാനും ക്ഷമിച്ചു, നീ മാത്രമല്ല നിന്റെ മുൻഗാമികളും ക്ഷമിച്ചേ ഒക്കൂ സഹോദരങ്ങളെ. അപ്പോൾ ഓർത്തുകൊള്ളണമേ, സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. സ്വന്തം പ്രാണനെ ഇല്ലെങ്കിൽ നമ്മൾ കുറെ കാലമൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തായി തീരുവോ? ഏതായാലും തിരുവെഴുത്ത് സത്യമാണ്. യേശു പറഞ്ഞ വാക്കാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ കടങ്ങളും പിഴകളും ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും പിഴകളെയും ക്ഷമിക്കത്തില്ലെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തം പ്രാണനെ സ്നേഹിക്കണം സഹോദരങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിയിൽ മരണപ്പെട്ടു പോയാൽ സ്വർഗം തുറന്നു കിടക്കുമോ? ഇവിടെ നിന്ന് നമ്മുടെ ആത്മാവ് അങ്ങ് പോവുകയാണെങ്കിൽ സ്വർഗം തുറന്നു കിടക്കുമോ? ഇന്ന് രാത്രിയിൽ യേശു വന്നാൽ ശരീരം രൂപാന്തരപ്പെടുമോ? കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയോട് നമുക്ക് അടുത്തിയല്ല. യേശുവേ, എന്റെ ഹൃദയാവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. പത്രോസ് നിന്നെ അനുഗമിച്ചതുപോലെ വളരെ അകലം വിട്ടാണ് എന്റെ അവസ്ഥ. എന്റെ പരമാർത്ഥതയെ കണ്ടിട്ട് എന്നോട് ദയ തോന്നണമെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവായ യേശു നിന്റെ മുറിപ്പാടുകളെ നീക്കി നിന്റെ ഹൃദയത്തെ കഴുകി നിനക്ക് ആ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കും. അപ്പോൾ ഒന്നാമത്തെ വിഷയം, നാം നമ്മുടെ പ്രാണനെ സ്നേഹിക്കണം. പലരും തങ്ങളുടെ പ്രാണനെ ഒന്നും സ്നേഹിക്കത്തില്ല, ശരീരത്തെ സ്നേഹിക്കും. ആ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തും വേണേ ചെയ്ത് കളയും. വാഴപ്പിണ്ടി തിന്നണോ, കോഴിത്തീറ്റ തിന്നണോ, ഓക്കെ തിന്നണോ, പിണ്ണാക്ക് കലക്കി കുടിക്കണോ, എന്തും തിന്നും. ശരീര സംരക്ഷണം വിഷയമാണ്. ആത്മാവിന്റെ സംരക്ഷണമോ? ഈ ശരീരം മണ്ണിൽ പോകും ദൈവമക്കളെ, ഇത് പൊടിഞ്ഞു പോകും. ആത്മാവാണ് വിലപ്പെട്ടത്. ആത്മാവിന്റെ സംരക്ഷണത്തിന് വേണ്ടേ വലിയ കാര്യം കരുതാൻ. ശരീര സംരക്ഷണമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ആത്മാവിന്റെ സംരക്ഷണമാണ്. നമ്മുടെ ആത്മാവിനെ ഒന്നും നശിപ്പിക്കാനൊക്കത്തില്ല. ഒരു കറിക്കത്തി വെച്ച് മുറിക്കാനോ, ഒരു തണുപ്പത്ത് വെച്ച് തണുപ്പിക്കാനോ, ചൂടത്ത് വെച്ച് കരിക്കാനോ ഒന്നും സാധ്യമല്ല. ഓർത്തുകൊള്ളണമേ, നമ്മുടെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലപ്പെട്ടതാണ്. ഒരിക്കൽ സോക്രട്ടീസിനോട് തന്റെ ശിഷ്യൻ ചോദിച്ചു, ഗുരു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യൻ ആരാ? അപ്പൊ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ശിഷ്യ, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മൂല്യം എത്ര ഉന്നതമാണെന്ന് അറിഞ്ഞിട്ട് ഈ ക്ഷണഭംഗുരമായ ആയുസ്സിനപ്പുറം തന്റെ ആത്മാവിന് സുരക്ഷിതമായ ഇരിപ്പിടം കണ്ടെത്താൻ കഴിഞ്ഞവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര അറിവാണ്. ഈ 66 പുസ്തകത്തിന്റെ അപ്പുറത്തെ അറിവാണ്. പക്ഷെ നമുക്ക് പല പ്രാഥമികമായ അറിവില്ല. വാതിൽ അടയപ്പെടുന്ന കാര്യം പോലും നമ്മൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ആഴങ്ങളൊക്കെ നമ്മൾ ഈ പഠിച്ച് സമാഗമന കൂടാരവും അതിന്റെ കുച്ചിയും അതിന്റെ അന്താഴവും അതിന്റെ പിഞ്ഞാണവും പിന്നെ അവിടുത്തെ പുരോഹിതനും അങ്ങേരിട്ട വസ്ത്രവും ഇത്രയൊന്നും പഠിച്ചില്ലേലും അത്യാവശ്യ കാര്യം സ്വർഗത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ അടയാതിരിക്കാനുള്ള എമർജൻസി ഒന്ന് പഠിച്ചാട്ടെ. ഞാനൊരിക്കലും ഒരു അർദ്ധരാത്രിയിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഞാനപ്പോ തമിഴ്നാട്ടിലേക്കോ എവിടേക്കോ പോകാനായിട്ട് ഇരിക്കുകയാണ്. ട്രെയിൻ വരാൻ താമസിച്ചു, നല്ല തണുപ്പുണ്ട്. അപ്പോൾ സമയം ഇങ്ങനെ പോകുമ്പോൾ സമയം പോകാൻ പോയ ട്രെയിനുകളൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അമൃത എക്സ്പ്രസ് വന്നു. അപ്പൊ ഞാനിതിന്റെ ബോഗികൾ ഇങ്ങനെ എഴുതി എണ്ണിക്കൊണ്ടേയിരുന്നു. 22 ബോഗി പോയി. ഒരു ബോഗിക്കകത്ത് 74 സീറ്റ്. 22 സമയം പോകാൻ വേണ്ടി കൂട്ടിയതാണ്. 22 × 74 ഇത്ര സീറ്റ്. GTRന്റെ ഒരു സീറ്റ് പോകും, കാന്റീൻ ഒരു കൊച്ചു പോകും, ബാക്കിയെല്ലാം തള്ളി ആവറേജ് ഇത് കോയമ്പത്തൂർ നോടി ഇങ്ങനെ പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഈ ഇന്ത്യ ഗവൺമെന്റിന് എത്ര രൂപ കിട്ടുമെന്നുള്ളത് ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ എത്ര രൂപ കിട്ടും, എത്ര ഡീസൽ ഓടും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ എന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ അറിവെല്ലാം നല്ലതാണ്, നല്ല കാര്യം മറ്റൊരാളോട് പറയാം. പക്ഷെ നീ അത്യാവശ്യം അറിയേണ്ട കാര്യം എന്നറിയാമോ? പാതിരാത്രി 2 മണി അർദ്ധരാത്രിയാണ്. നിന്റെ ട്രെയിൻ എവിടെയാണ്, ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് വരുന്നെന്നൊന്ന് അറിഞ്ഞോണം. 2 നിന്റെ ബോഗി നമ്പർ എത്രാണെന്നൊന്ന് അറിഞ്ഞോണം. 3 നിന്റെ സീറ്റ് നമ്പറും കൂടെ അറിഞ്ഞോണം. അമൃതയോടി ഇന്ത്യ ഗവൺമെന്റിന് എത്ര രൂപ വരുത്തിയെന്നുള്ളത് നീ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. നീ കയറണ്ട, വണ്ടി എവിടെ വന്ന് നിൽക്കും, പ്ലാറ്റ്ഫോം എവിടെയാണ്, സീറ്റ് നമ്പർ എത്രയാണെന്ന് അറിയണം. വെല്ലോന്റെ സീറ്റിൽ കയറിയിരിക്കാൻ അവൻ കഴുത്തിന് പിടിച്ചിറക്കി വിടും. പാതിരാത്രി രക്ഷപ്പെടാൻ വഴിയില്ല. അതുകൊണ്ട് ഒരുപാട്
കാര്യം പഠിച്ചില്ലേലും, തിരുവെഴുത്ത് മൊത്തം പഠിച്ചു വച്ചില്ലേലും, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ പ്രാണനെ സ്നേഹിക്കുന്നുവോ? സ്നേഹിക്കുന്നെങ്കിൽ വാഗ്ദത്തമായ മെസ്സിഹായുടെ മടങ്ങിവരവിൽ പോകേണ്ടതിന് നീ നിന്റെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അപ്പോൾ സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കത്തുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ വശത്തേക്ക് പോകാം. ആരും ക്ഷണിക്കരുത്, നേരത്തെ തന്നെ നമുക്ക് നിർത്താം. രണ്ടാമത്തെ വിഷയം എന്തെന്നറിയാമോ? നമുക്ക് ആഴത്തിലൊരറിവുണ്ട്. മനസാക്ഷികത്തിന്റെ മധ്യവട്ടത്തിൽ ജീവിച്ച ഭക്തനായ ഒരു മനുഷ്യനുണ്ട്. വിശുദ്ധ തിരുവെഴുത്തില്, ഈ ബൈബിളിൽ മനസാക്ഷിക ചരിത്രത്തില് ഏറ്റവും ദീർഘചരിത്രം ബഹുമാനപ്പെട്ട ജോസഫിന്റേതാണ്. ജോസഫിന്റെ സംഭവം നമ്മൾ പഠിച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. മനുഷ്യബുദ്ധി കൊണ്ട് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. 16-17 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ജ്യേഷ്ഠന്മാരുടെ അടുക്കൽ പോയി അവർക്ക് സുഖമാണോ എന്ന് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കേട്ടപാടെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? സഹോദരങ്ങൾക്കുള്ള അപ്പവും ആഹാരവും ഒക്കെ എടുത്ത് അവൻ യാത്രയായി. താഴ്വരയിൽ അവരെ കണ്ടെത്തി. പക്ഷേ അവന്റെ നന്മയെ ഗ്രഹിപ്പാൻ ശേഷിയില്ലാതെ സഹോദരന്മാർ അവന്റെ നിലയങ്കി ഊരിയെടുത്ത് അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. നിങ്ങളൊന്ന് ആലോചിച്ചേ സഹോദരങ്ങളെ, 20 വെള്ളിക്കാശിന് വിറ്റു. അവർ അവനെ കൈകെട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഞാനൊരിക്കൽ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇംഗ്ലീഷുകാർ വരച്ച ഒരു ഛായാചിത്രം കണ്ടു. അതിലെ ഇസ്മായിലിയ കച്ചവടക്കാർ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ജോസഫിന്റെ കൈകെട്ടി വലിക്കുകയാണ്. ജോസഫ് പുറകിലേക്ക് നോക്കി കരയുന്ന മനോഹരമായൊരു ചിത്രം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഈ മനുഷ്യനെ അവർ വിറ്റു. അവന്റെ അങ്കി ഊരിയെടുത്തു. ഏറിയ ദൂരം 430ഓളം മൈൽ അകലേക്ക് അവൻ പോയി. അവിടെ ബന്ധമില്ല, സ്വന്തമില്ല, സഹോദര സ്നേഹങ്ങളൊന്നുമില്ല. പ്രാരംഭ നാളുകളിൽ അവന് അടുക്കള ജോലി കിട്ടി. സാത്താൻ അവിടെ അവനെ പരീക്ഷിച്ചു. അവൻ വസ്ത്രം നഷ്ടപ്പെട്ടവനായി ജീവരക്ഷയ്ക്ക് ഓടിപ്പോയി. അവന്റെ നീതിക്കും സത്യത്തിനും വിലയുണ്ടായില്ല. ഏറെക്കുറെ 14ഓളം വർഷം അവൻ കാരാഗൃഹത്തിന്റെ ആറുകളിൽ അടയ്ക്കപ്പെട്ടു. രാത്രിയുടെ യാമങ്ങളൊക്കെയും അവൻ ഇരുമ്പഴിയിൽ ഇരുന്നോർക്കും. അയ്യോ, അമ്മച്ചി മരിച്ച ദിവസം ഓർമ്മയുണ്ട്. അന്നാണ് ബെന്നോനി ജനിച്ചത്. ബെന്നോനി ജനിച്ച ദിവസം അമ്മ മരിച്ചുപോയി. അമ്മയുടെ ശവം അടക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് കൽക്കൂന നാട്ടി. ഇതെല്ലാം ഓർമ്മയിൽ വരും. മൂത്തൊരു ചേച്ചിയുണ്ട്, ആ ദീന എന്നാണ് പേര്. ചേച്ചി തന്നെ എടുത്തുകൊണ്ട് നടന്നതും കൊച്ചമ്മമാർ തന്നെ സംരക്ഷിച്ചതും അമ്മച്ചി മരിച്ചതും കൽക്കൂന നാട്ടിയതും കയ്യും കാലും ഒടിഞ്ഞ ആടുകളെ വീട്ടിൽ കൊണ്ടുവരുന്നു എല്ലാം ഈ ജോസഫിന്റെ മനസ്സിലോടിയെത്തും. ഇതെല്ലാം ഒരു ദുർസ്വപ്നം പോലെ പോട്ടെ എന്ന് ശാസിച്ചുകൊണ്ട് വീണ്ടും ഉറങ്ങും. എത്രയോ നാൾ ആ ജയിലറയ്ക്കുള്ളിൽ ഈ മനുഷ്യൻ കിടന്ന് കഴിഞ്ഞ കാല രംഗങ്ങളെ ഓർത്തു നോക്കി. അവൻ എത്രയോ കാലം ഓർത്തു. വർഷങ്ങൾ പലത് കടന്നുപോയി. വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തത ജോസഫിനെ തേടിയെത്തി. ഫറവോന്റെ അരമനയിൽ അവൻ എത്തിച്ചേർന്നു. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 4-5 വാക്യം വായിക്കുമ്പോൾ മനസാക്ഷിയും ജീവനുമുള്ള ഏതു മനുഷ്യന്റെയും മനസ്സ് തകരും. ജോസഫ് ഇങ്ങനെ ഫറവോന്റെ രാജവസ്ത്രം ധരിച്ച് സുക്കോവ ദേവന്റെ ചിഹ്നമുള്ളൊരു കിരീടമൊക്കെ വെച്ചോണ്ട് അദ്ദേഹം ഇറങ്ങി വന്നിരിക്കുകയാണ്. തന്റെ സംരക്ഷകനായ ഒരാള്, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരാള്. ഈ ചേട്ടന്മാരെല്ലാം വന്നിരിക്കുകയാണ്. രൂപേൻ ഒത്തിരി വയസ്സനായി, ആട്ടിടയനല്ലേ. അവര് വലിയ സാംസ്കാരികമായി ഉയർന്നവരൊന്നുമല്ല. താടിയും വളർത്തി തലമുടിയും വളർത്തി ആ ഒരു വസ്ത്രം ധരിച്ച് വേറൊരു പുതപ്പും പുതച്ച് രൂപേൻ വിറച്ചു വടിയും കുത്തി നിൽക്കുകയാണ്. യഹൂദ അപ്പുറം നിൽക്കുകയാണ്, ശിമിയോൻ ഇപ്പുറം നിൽക്കുകയാണ്, എല്ലാവരും നിൽക്കുകയാണ്. അവൻ ഇങ്ങനെ ചുറ്റും നോക്കി. ബെന്യാമിനെ കണ്ടപ്പോൾ ചങ്കുരുകിപ്പോയി. അവൻ ഇറങ്ങി വന്നു. കൂടെ നിൽക്കുന്നവനോട് ഗെറ്റ് അടിച്ചു. അവൻ പോയി. ട്രാൻസ്ലേഷൻ ചെയ്യുന്നവനോട് പുറത്തു പോകാൻ പറഞ്ഞു. 12 പേർ മാത്രം. ഇദ്ദേഹത്തിന്റെ ഭാഷ ഈജിപ്തിലേതാണ്, അവരുടെ ഭാഷ എബ്രായ ഭാഷയാണ്. യാതൊരു സാമ്യമില്ലാത്ത ഭാഷയാണ്. പക്ഷേ ജോസഫ് തന്റെ ഭാഷ മറന്നിട്ടില്ല. ജോസഫ് അടുത്ത് എന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ ജോസഫാണ് ഞാൻ. അടുത്തത്, നിങ്ങൾ എന്നെ വിറ്റതിൽ വിഷാദിക്കേണ്ട. നിങ്ങൾക്ക് മുൻപേ എന്റെ ദൈവം എന്നെ അയച്ചതാണ്. നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ഒരേ സംഭവം 2 വീക്ഷണത്തിലാ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, അവര് 20 വെള്ളിക്കാശിന് വിറ്റു. ഭക്തനായ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവർ അവനെ വിറ്റു, യഹോവയോ അവർക്ക് മുൻപേ അയച്ചു. ഇത്രമാത്രം ദ്രോഹം ചെയ്ത ഒരാളോട് നമുക്ക് ക്ഷമിക്കാൻ ഒക്കുമോ? ആരും മിണ്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനസാക്ഷിയുഗത്തിൽ ജീവിച്ച പുതിയ ഭൂമിക്ക് യോഗ്യനായി തീർന്ന നീതിമാനായ ജോസഫ്
വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ ഹൃദയമുരുകി അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവരോട് ക്ഷമിക്കാമോ? ക്ഷമിക്കണമെങ്കിൽ എന്തു വേണം? മേളിലത്തെ ഒരു വാക്കുണ്ട്, നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അടുത്തത്, നിങ്ങൾക്ക് മുൻപ് യഹോവ എന്നെ അയച്ചെന്ന് വായിക്കാമോ? എന്നെ ഇവിടെ വിട്ടതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. നിങ്ങൾ എന്നെ, അപ്പോൾ അതിന്റെ മേളിലത്തെ ചില സംഭവമൊക്കെ വായിച്ചാൽ കരഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്തു? വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടല്ലേ നീ? വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടാ പിടി വീണുടനെ ഒരുത്തനോട് പറയാ, പണ്ട് ഞാൻ പറഞ്ഞതല്ലേ ബാലനെ വിൽക്കരുതെന്ന്, പണ്ട് ഞാൻ പറഞ്ഞതല്ലേ ബാലനെ വിൽക്കരുതെന്ന്, നീ എല്ലാം കൂടി ചെയ്തതല്ലേ? അവൻ നമ്മളോട് കെഞ്ചി അപേക്ഷിച്ചില്ലേ? നമ്മൾ അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. ദൈവമോ നമ്മുടെ അകൃത്യം കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിറ്റതോർത്ത് കരയുമ്പോഴാണ് ഇങ്ങേര് പറയുന്നത്, എന്നെ വിറ്റതിൽ നിങ്ങൾ വിഷാദിക്കേണ്ട, ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് മുൻപ് യഹോവ എന്നെ അയച്ചതാണ്. ക്ഷമിക്കാൻ കഴിയുമോ? ക്ഷമിക്കാൻ കഴിയുമോ? എന്താണ് അറിവ്? നിങ്ങൾ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മുൻപ് യഹോവ എന്നെ അയച്ചതാണ്. നിങ്ങൾക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയും സഹോദരങ്ങളെ. അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, എന്റെ ദൈവം എന്നെ അയച്ചതാണ്. വന്ന വഴി ഇച്ചിരി കട്ടറായിരുന്നു, വന്ന വഴി ഇച്ചിരി കഷ്ടപ്പാടുള്ളതായിരുന്നു. കാരാഗ്രഹവും പൊട്ടക്കിണറും അടുക്കള വേലയും നിത്യമായ നിന്നയുമായിരുന്നു. പക്ഷേ അവരെന്നെ വിറ്റു, ദൈവം എന്നെ അയച്ചു. ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാം, ഇല്ല സാത്താനെ, ഭൂതലത്തിൽ ആരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല, അവരെന്നെ വിറ്റതാണെങ്കിലും യഹോവ എന്നെ അയച്ചതാണ്. ഇന്ന് രാത്രി നീ ഏറ്റു പറയുമോ? ഇതാ വാഗ്ദത്തത്തിന്റെ വാതിൽ നിന്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്നു, നിനക്ക് തള്ളി തുറക്കാൻ കഴിയും. ഇത്രയും കാലം നിന്റെ വാഗ്ദത്തം അടച്ചുവെച്ച സാത്താന്റെ തന്ത്രം ഈ രാത്രി പോലെയോ? നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ഈ വാക്ക് കേട്ട് അനുസരിക്കും. എന്റെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ആ വാഗ്ദത്ത വാതിൽ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നമുക്ക് ക്ഷമിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ പ്രാണനെ ആഴത്തിൽ സ്നേഹിക്കണം. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല നിത്യത. നിത്യതയുടെ വാതിൽ അടഞ്ഞു പോകരുതേ സഹോദരങ്ങൾ. സ്വർഗത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ പലരും നരകത്തിന്റെ അടിത്തട്ടിൽ പോയി കഴിഞ്ഞു. ഓർത്തുകൊള്ളണമേ, എപ്പോഴാണ് മരണമെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴാണ് മശിഹായുടെ മടങ്ങി വരുമെന്നും അറിഞ്ഞുകൂടാ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കേണ്ടതിന് പിശാച് നിന്റെ മനസ്സിൽ അവന്റെ സിംഹാസനം സ്ഥാപിച്ച് ഹൃദയത്തിൽ ദുഷ്ടതയും ഈർഷ്യയും പകയും വെറുപ്പും വെച്ചല്ലേ നീ ദൈവത്തെ സേവിക്കുന്നത്. സമയം നിന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തിങ്കൽ മടങ്ങിപ്പോകാം. സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. രണ്ടാമത്തേത് എന്താ ജോസഫ് പറയുന്നത്? നിങ്ങൾ എന്നെ വിറ്റതിൽ വിഷാദിക്കേണ്ട, നിങ്ങൾക്ക് മുൻപ് യഹോവ എന്നെ അയച്ചതാണ്. ഇനി അടുത്തൊരു ചോദ്യം എന്നറിയാമോ? നമ്മുടെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ? നമ്മുടെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പറയണം, ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമുക്ക് ക്ഷമിക്കാം സഹോദരങ്ങൾ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ആയി പോകും. നമ്മൾ ഈ കഷ്ടപ്പെട്ടതും കൺവിഷം കൂടിയതും ഈ കാല് കുഴിച്ചിട്ടതും മലേരിയ പറഞ്ഞതും എന്റെ തമ്പുരാനെ തിന്നതും എടുത്തതും പോയതും എല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഇത്ര ആഴത്തിൽ ചിന്തിച്ചില്ല. കഴിഞ്ഞിടയ്ക്ക് അദൃശ്യമായി എന്റെ ഒരു സ്നേഹിതനെ ഒരു കത്തോലിക്കയിലെ ഒരു സന്യാസി മഠത്തിലുള്ള ആ ഒരു ഭക്തന്റെ പ്രസംഗമാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ഡീപ്പ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരിത് താൻ പറയുന്നു, അടഞ്ഞുപോയി. തന്നോട് ഈശോ പറഞ്ഞതാണെന്നാ താൻ പറഞ്ഞത്. ഈശോ തന്നോട് പറഞ്ഞു, ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഡോക്ടറേറ്റ് എടുക്കുവാൻ ഇംഗ്ലണ്ടിൽ പോകുന്നതല്ല വിഷയം, ഇതാണ് വിഷയം. ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, നമുക്ക് പരമാർത്ഥതയോടെ കർത്താവിന്റെ അടുക്കൽ പോകാം. നിന്നെ കർത്താവ് സൗഖ്യമാക്കും. അടയ്ക്കപ്പെട്ട വാതിൽ നിനക്ക് തുറന്നു തരും. നിന്റെ കുഞ്ഞുങ്ങൾ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. നീ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. ആലയത്തിലെ നന്മയും ദേശത്തിലെ നന്മയും നിനക്ക് തരും. ഇതുവരെയും ശത്രുവിന്റെ കാൽ കീഴിലാണെങ്കിൽ ഇന്നു മുതൽ ശത്രു നിന്റെ കാൽ കീഴിലായിരിക്കും. നീ ദൈവവചനം കേട്ടനുസരിച്ചാൽ ദൈവം നിന്നെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. അടുത്തത് നമുക്ക് ക്ഷമിക്കണമെങ്കിൽ അടുത്ത അറിവ് ഏതാണെന്ന് നോക്കിയാൽ നമുക്കൊരു സ്വർഗീയ ദർശനം വേണം സഹോദരങ്ങളെ. സ്തെഫാനോസ് എന്ന് പറയുന്ന ഭക്തനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവർ കല്ലെറിഞ്ഞു. ദ്രോഹമൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമേ ബൈബിളിലുള്ള ഒരു പ്രസംഗം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു 50 കൊല്ലം ശുശ്രൂഷകനായിരുന്നെങ്കിൽ എത്ര ആഴത്തിലുള്ള പ്രസംഗങ്ങൾ പിൻഗാമികൾക്ക് കിട്ടുമായിരുന്നു. പൗലോസ് ശ്ലീഹായൊന്നും അതിന്റെ മുമ്പിൽ ആരുമല്ലായിരുന്നു.
കൃപയും ജ്ഞാനവും നിറഞ്ഞവനായി അവൻ എഴുന്നേറ്റു പ്രസംഗിച്ചു. പുരുഷാരും അസൂയ കൊണ്ട് അവനെ ഉന്തിത്തള്ളി അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി. അവർ തെരുവുനായെ കല്ലെറിയും പോലെ കല്ലെറിഞ്ഞു. അവൻ മുഴങ്കാൽ മടക്കി അവൻ സ്വർഗത്തിലേക്ക് നോക്കി. പെട്ടെന്ന് അവനൊരു ദർശനം ഉണ്ടായി. ദർശനം എന്താണ്? പിതാവായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നു, യേശു അതിന്റെ വലത്തുവശത്ത് നിൽക്കുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഇതോ പിതാവായ ദൈവം ഇരിക്കുന്നു, അതിന്റെ വലത്തുവശത്ത് യേശു നിൽക്കുന്നു. ആ ദർശനത്തിന്റെ പിന്നിൽ അവൻ തിരിഞ്ഞു പറഞ്ഞു, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ആത്മീയ ജീവിതത്തിൽ സൂക്ഷിക്കുക. സ്വർഗീയ ദർശനം ഉണ്ടെങ്കിലേ നമുക്ക് ക്ഷമിക്കാനൊക്കത്തു. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല നിത്യത സഹോദരങ്ങളെ. പല കാര്യങ്ങളുടെ ആഴങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ ദൈവസിംഹാസനത്തിനു മുമ്പിൽ വിറയ്ക്കേണ്ടി വരും. ഇതൊക്കെ യേശു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ വാക്കുകളാണ്. ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, ക്ഷമിച്ചാൽ ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് കിട്ടും. നമ്മളും മനുഷ്യരാണ്, ചിലപ്പോഴൊന്നും നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമ്മൾ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാനത് പുറകെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഓർത്തുകൊള്ളണമേ, ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം പ്രാണനെ ആഴത്തിൽ സ്നേഹിക്കണം. സ്വന്തം പ്രാണനെ ആഴത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കണം. സ്വന്തം പ്രാണനെ ആഴത്തിൽ സ്നേഹിക്കണം. എങ്കിലേ കർത്താവെ, ഞാൻ ക്ഷമിച്ചാലേ എന്നോട് ക്ഷമിക്കത്തുള്ളല്ലോ. അപ്പൊ ദൈവം നീതിയല്ലേ? എന്നെ പ്രതിയും നിങ്ങളെ പ്രതിയും മറ്റാളെ പ്രതിയും ചെയ്യാനൊക്കെ ഒക്കത്തില്ലല്ലോ. ദൈവം നീതിമാനല്ലേ? രണ്ടാമത്തെ വിഷയം ഏതാണ്? ഒരാഴത്തിൽ അറിവുണ്ടാകണം. അവൻ എനിക്കൊരു ദോഷവും ചെയ്തില്ല, അവരാരും ചെയ്തിട്ടില്ല. ചെയ്തെന്താണ്? ദൈവം എന്നെ അയച്ചതാണ്. എത്ര പേർക്ക് പറയാം? ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില ദിവസങ്ങൾക്ക് തൊട്ടു മുൻപായിട്ട് ഞാനൊരു മീറ്റിംഗ് സ്ഥലത്ത് പോകുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ ക്ഷമയുടെ ഏതോ ഒരു കാര്യം പറഞ്ഞു. മീറ്റിംഗ് തീർന്ന ഉടനെ അവിടുത്തെ ബ്രദറിനെ കണ്ടിട്ട് എന്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ വാക്കേ, അവളുടെ 2 ആൺകുഞ്ഞുങ്ങളെയും അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ കൊന്നുകളഞ്ഞു. അവനിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ച്, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അവനൊരു മാനസിക പ്രതി തോന്നി. അവൾ പറയാണ്, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു കുഞ്ഞ് ബെഡ്റൂമിലും ഒരു കുഞ്ഞ് കിച്ചണിലും കഴുത്തറത്ത് കിടക്കുക. വാസ്തവത്തിൽ അതെങ്ങനെ മറക്കാൻ ഒക്കും? അതെങ്ങനെ ക്ഷമിക്കാൻ ഒക്കും? ഇല്ല, എനിക്ക് മറക്കാനും ക്ഷമിക്കാനും ഒക്കത്തില്ല. എന്ത് ചെയ്യും? അവനിപ്പോൾ കുറ്റവാളി. അവന് ജീവപര്യന്തം തടവ് കിട്ടി ജയിലറയിൽ അടയ്ക്കപ്പെടും. എന്നോട് പറഞ്ഞാണ്, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ക്ഷമിക്കാൻ ഒക്കുവോ? ഞാനൊരു അമ്മയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്റർ, നീ ക്ഷമിച്ചാൽ കർത്താവ് കരുണ തോന്നി. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. നിനക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം നിനക്കൊരു നല്ല കുഞ്ഞിനെ തരും. ഉടനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ്. കൈകൾ കൂപ്പി, ഞാൻ ക്ഷമിക്കാം, ഞാൻ ക്ഷമിക്കാം. ആ വചനം സത്യമാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം. ദൈവത്തിന് നിന്നോടുള്ള വാഗ്ദത്തം നിവർത്തിച്ചു തരും. നിനക്കൊരു കുഞ്ഞിനെ തരും. നിനക്കിപ്പോൾ നഷ്ടബോധമേ ഉള്ളൂ. അവന് നഷ്ടബോധവും കുറ്റബോധവും ഉണ്ട്. അവന്റെ പ്രാണൻ സമുദ്രമധ്യേ അലയുന്ന പ്രാവിനെ പോലെയാണെന്ന് പറഞ്ഞ ഉടനെ യാക്കോബ പശ്ചാത്തലത്തിലുള്ള പെൺകുട്ടിയാണ്. അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം പാസ്റ്റർ. എണ്ണപ്പെട്ട ദിനങ്ങൾക്ക് മുൻപ് ഞാൻ അവസാനം പോയ മീറ്റിംഗിൽ നടന്ന സംഭവമാണ് പറഞ്ഞത്. ദൈവവാഗ്ദത്തം നിവർത്തിക്കണമെങ്കിൽ നമ്മൾ ക്ഷമിച്ചേ ഒക്കത്തുള്ളൂ സഹോദരങ്ങളെ. നന്നായിട്ട് അറിഞ്ഞാട്ട് എന്താണ് പറയുന്നത്? നമുക്കൊരു സ്വർഗീയമായ ദർശനം വേണം. സ്തെഫാനോസ് കല്ലേറേൽക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ യേശു നിൽക്കുന്നു. യേശുവിന്റെ ദൈവികമായ ദർശനമുള്ളവർക്കേ ക്ഷമിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ എല്ലാം ചിന്ത എന്തെന്നറിയാം, നമുക്ക് ആർക്കാണ്ട് അവിടെ ഒരു 5-6 ഏക്കർ എഴുതിയിട്ടേക്കുക. അങ്ങനെ നമ്മളൊരു 5-6 ഏക്കർ എഴുതിയിട്ടിരിക്കുക. പിന്നെ നമ്മളും അങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് സിയോൻ, ഇവർക്ക് യെരൂശലേം, മറ്റവന് പുതിയ ഭൂമി. ഇനി മറ്റവനെ അവിടെ നമ്മൾ കയറ്റത്തുമില്ല. ഷോടാ, എന്തോ ചെയ്യും? ആകെ വെള്ളത്തിലാകും. പ്രിയമുള്ളവരെ, അതിനെ ചൊല്ലിയൊന്നും വഴക്കുണ്ടാക്കാൻ പോകാതെ സ്വർഗം അടയുമോ ഇല്ലേ എന്നുള്ളതൊന്നും ആലോചിച്ചാട്ടെന്നേ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല നിത്യത. പ്രാഥമികമായ ഫസ്റ്റ് സ്റ്റെപ്പിൽ പോലും കയറാനൊക്കാത്ത നമ്മുടെ അവസ്ഥ എത്ര ഭയാനകം. ആകയാൽ നമുക്ക് ദൈവത്തിങ്കൽ പോകാം. നമ്മുടെ അവസ്ഥകളെ ദൈവത്തോട് പറയാം. യേശു പറഞ്ഞു, ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഒക്കുന്നില്ലേ ദൈവത്തോട് പറഞ്ഞാട്ട് ഈ രാത്രി ദൈവസ്നേഹം കൊണ്ട് നിന്റെ ഹൃദയം നിറയ്ക്കും. നീ 100% നീ പറയും, ഞാനത് ചെയ്യാമെന്ന് പറയും. ഇനി അടുത്തത് എന്തായിരിക്കുന്നറിയാമോ? അടുത്തതായി നമുക്ക് ക്ഷമിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവിക ദർശനം വേണം. ആ ദർശനം കണ്ടപ്പോൾ മുഴങ്കാൽ മടക്കി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. നമുക്കങ്ങനെ ചെയ്യാൻ ഒക്കുവോ?
ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ടി യു അപ്പച്ചൻ പ്രസംഗിക്കുമ്പോൾ കർത്താവായ യേശുവിന്റെ വിലാപ്പുറത്ത് പടയാളി കുന്തം കൊണ്ട് കുത്തി. കുന്തം വലിച്ചൂരിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. എറണാകുളത്ത് അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേട്ടതാ. ഞാൻ കറുകച്ചാലിൽ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഞാൻ തിരുവല്ലായിൽ നിന്ന് അങ്ങോട്ട് പോവാ. അപ്പൊ ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ഞാൻ ബസ് കയറി. ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ഒരു കള്ളൂടിയൻ കയറി. അവനിങ്ങനെ നാടുക. അവൻ ഉരുണ്ട് എന്റെ പുറത്തോട്ട് വീഴുമോന്ന് ഓർത്ത് ദയ തോന്നി ഞാൻ ഇച്ചിരി ഒതുങ്ങി അവനെ അങ്ങ് ഇരുത്തിയതാ. തൊട്ടപ്പുറത്തൊരു CSI അച്ഛനെ ഇരിപ്പുണ്ട്. ഇരുന്ന ശേഷം ഉണ്ടല്ലോ ഇവനങ്ങോട്ട് ചീത്ത വിളി തുടങ്ങി. എന്നാ ചീത്തയിടാവൻ വിളിക്കുന്നത്, ഭയങ്കര ചീത്ത വിളിക്കുക. അവൻ അങ്ങ് അഡ്രസ് ഇല്ലാതെ പറയും, എന്റെ മുഖത്ത് തുപ്പല് തെറിക്കുക. എനിക്കൊന്നും അത് ഒത്തിരി സൗമ്യതയും പക്വതയൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖത്തോട്ട് തുപ്പൽ ഇങ്ങനെ തെറിക്കുകയാണ്. അപ്പൊ വണ്ടിയിലിരിക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട് കേട്ടോ. കുറെ കഴിഞ്ഞപ്പോൾ CSI അച്ഛൻ അവനെ ഷൗട്ട് ചെയ്തു. അച്ഛനോട്, അച്ഛനെ കണ്ടുകൊണ്ടുകൂടിയാന്ന് തോന്നുന്നു, അവൻ ക്രിസ്ത്യാനി, അതുകൊണ്ടാണ് ഇത്രയും ഉണർവ് വന്നതേ. അപ്പൊ അച്ഛന് വേണ്ടി ആയിരിക്കാം എന്തോ. ഏതായാലും എന്നെ കുറച്ചേറെ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നാണ്ടപ്പോ അവനൊരു ഡൗട്ട്, ഞാൻ തമിഴ്നാട്ടുകാരനാണോ. മിണ്ടായിരിക്കല്ലേ, മുഖം മുഴുവൻ തുപ്പല് തെറിച്ച് ഉടുപ്പയിലും ഒക്കെ തെറിച്ച്. ഞാൻ മിണ്ടിയില്ല. കറുകച്ചാൽ ബസ് സ്റ്റാൻഡിലെത്തി. അവൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഞാൻ തോളത്ത് തൊട്ടിട്ട് പറഞ്ഞു, എടാ നീയേ നല്ല ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനല്ലേടാ, പേപ്പട്ടി പോലും കുടിക്കാത്ത ഈ കരിയോര് കുടിച്ചാണോടാ ജീവിക്കുന്നത്, ഈ പോക്കുപോയ നിന്റെ അവസാനം നരകമല്ലേടാ. അപ്പോഴാണ് അവന് മനസ്സിലായത് ഞാൻ മലയാളിയാ. കുട്ടിനെ അവൻ പേടിച്ചു. അവൻ പറഞ്ഞു, എന്നെ പ്രാകരുത്, എന്നെ ശപിക്കരുത്. ഞാൻ പറഞ്ഞു, പ്രാകത്തുമില്ല ശപിക്കത്തുമില്ല, അപ്പൊ എന്നോട് ക്ഷമിക്കണം. അപ്പൊ ഞാന് ഈ പാസ്റ്റപ്പച്ചന്റെ ശബ്ദം എന്റെ കാതിൽ ഇങ്ങനെ കേൾക്കുകയാണ്. പടയാളി ഒച്ച കുത്തുകുത്തി കുന്ത ഊരിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. ക്ഷമിക്കുന്നെങ്കിൽ ഇപ്പം ക്ഷമിക്കണം, ക്ഷമിക്കുന്നെങ്കിൽ ഇപ്പം ക്ഷമിക്കണം, ക്ഷമിക്കുന്നെങ്കിൽ ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അതെന്റെ കാതിൽ കേട്ടോണ്ട് തുപ്പല് മുഖത്ത് വീണോണ്ടിരുന്നു. ഇറങ്ങാൻ നേരം ഇവൻ എന്നോട് പറയാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ചെന്നുണ്ടെങ്കിൽ അവന്റെ ഈ 2 പൊതിയിരിക്കുക, ഒന്ന് പെരിഞ്ചീരകോ ഒന്ന് ഉഴുന്നുവടയും. അവൻ പിള്ളേർക്ക് മേടിച്ചോണ്ട് പോവാണെന്നേ. ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ മേടിക്കണം. എന്തോ ചെയ്യും? അത് മുഴുവൻ തുപ്പല് തെറിച്ച് ഒരു പരുവത്തിൽ നനഞ്ഞിരിക്കുക. ഒന്നിൽ അത് മേടിക്കണം, അല്ലെ ഇത് മേടിക്കണം. ഞാൻ പറഞ്ഞ, ഇത് രണ്ടും എനിക്ക് വേണ്ട, ഞാൻ നിന്നോട് ക്ഷമിച്ചു. അതൊക്കത്തില്ല, ക്ഷമിച്ചു പാസ്റ്റർ, എന്നോട് ക്ഷമിച്ചെങ്കിൽ എന്റെ നീ പൊതി മേടിക്കണം. എന്ത് ചെയ്യും, വണ്ടി പോണ്ടേ. ഇച്ചിരി കഴിഞ്ഞപ്പോ ആ കണ്ടക്ടർ ചെവി വന്നേച്ച് പറയാ, പാസ്റ്ററെ അതങ്ങ് ഒരു പൊതി അങ്ങ് മേടിയില്ലേ, പോകുമ്പോ അങ്ങ് തോട്ടി കളഞ്ഞേരെ, ഞങ്ങൾക്ക് വണ്ടി വിടണ്ടേ. എന്തോ ചെയ്യും? അവസാനം ഞാനൊരു പൊതി മേടിച്ചു. അവൻ വണ്ടിയെന്ന് ഇറങ്ങണ്ടേ. ഇപ്പൊ ദൈവമക്കളെ, ഒരു സത്യം ഓർത്തുകൊള്ളണേ. നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലൊന്ന് എഴുതി സൂക്ഷിച്ചാട്ടെ. അവരൊക്കെ അങ്ങനെ ജീവിച്ചിട്ട് നമ്മളോട് പറഞ്ഞവരാണ്. ഓർത്തുകൊള്ളണമേ, നമ്മുടെ വാക്കുകൾ, ആ കാര്യങ്ങൾ ആഴത്തിൽ ഒരു ദൈവിക ദർശനം നമുക്കുണ്ടാകണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്തത്, നമുക്ക് ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ പൗലോസ്ലീഹ പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഇപ്പൊ എനിക്ക് പരിജ്ഞാനമുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും, വലിയ പരിജ്ഞാനം ഇല്ലെങ്കിലും ബൈബിളിലെ കാര്യം, പാപിയുടെ അവസ്ഥ, ദുഷ്ടന്റെ ഗതി, നരകത്തിന്റെ അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ പരിജ്ഞാനം വെച്ചാണ് ഞാൻ ചെയ്യുന്നെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട ബ്രദർ സിബിയുടെ തെറ്റുകളെ അദ്ദേഹത്തോട് ക്ഷമിക്കാനൊക്കത്തില്ല. എന്റെ പരിജ്ഞാനം പറയുകയാണ് അതങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്റെ പരിജ്ഞാനം ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ക്ഷമിക്കാനൊക്കത്തില്ല. പക്ഷേ എന്റെ പരിജ്ഞാനത്തിന് മീതെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ ഒരു ഉറവയിൽ ചെന്ന് നോക്കണം. ഉറവ കണ്ടിട്ടില്ലേ? ആ ഉറവ ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ നിങ്ങളൊരു പാറക്കഷ്ണം എടുത്ത് ആ ഉറവയിലോട്ടിടണം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, കുറെ നേരം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 വന്ന് ആ പാറയിൽ അവിടെ തടഞ്ഞു നിൽക്കും. ഇച്ചിരി കഴിയുമ്പോൾ ഈ ഉറവ ഇങ്ങനെ കവിഞ്ഞ് പാറയെ കവിഞ്ഞൊഴുകി അതിന്റെ വഴിക്കങ്ങ് പോകും. ഇതാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം, അല്ലേ? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഇതില്ല സഹോദരങ്ങളെ, നമ്മുടെയിലൊക്കെ ഉള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്പൂണിനകത്ത് എടുക്കാനുള്ളതേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ഇല്ല. ഇതുകൊണ്ടൊക്കെയാ നമുക്ക് ഒക്കാത്തത്. വേദപുസ്തകം പഠിച്ചാൽ ഇതൊക്കെ നടക്കും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമെന്നാ. ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയാം. സഹോദരിമാർ സാധാരണ കെൻറ്റിങ്കരെ പോയി വെള്ളം കോരുമ്പോൾ മഴക്കാലത്ത് ചിലപ്പോൾ കാല് തെറ്റി പത്തോന്ന് വീഴും. വീണ് അവരുടെ നടുവൊടിയോ നടുവുളുക്കൊക്കെ ചെയ്തെന്നിരിക്കട്ടെ, 2-3 ദിവസമൊക്കെ ചൂട് വെച്ച് എണ്ണ തേച്ചൊക്കെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ വേദന വരും. നിങ്ങൾ ആരെങ്കിലും ആ കിണറ്റിൻകരയെ പ്രാകാറുണ്ടോ? കിണറ്റിൻകരയിൽ ഉരുണ്ട് വീണെന്ന് പറഞ്ഞ് കിണറ്റിൻകരയെ പ്രാഗിയവരാരെങ്കിലും ഉണ്ടോ? ഒറ്റ കുഞ്ഞുങ്ങളും ഇല്ല. നടുവിന് വേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വേദനയാണ്, ചൂട് വെക്കണമെങ്കിലും നമ്മളെ പ്രാകാറില്ല.
എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾ എന്തോ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, കാലുമടക്കി ഒരെണ്ണം തന്നു, നടുവിന് കൊണ്ടു, നടുവിന്റെ അവിടുത്തെ ഒരു മസിൽ ചരിഞ്ഞു, കൊണ്ടത് എന്തിനായിക്കൊള്ളട്ടെ, അതിങ്ങനെ ഇടയ്ക്ക് ചൂടൊക്കെ വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ പറയും, അയ്യോ ആ കാലൻ, ആ മുടിഞ്ഞവൻ എന്നെ ഇടിച്ചതാണ് എന്ന് പറഞ്ഞു. പറയാറില്ലേ സഹോദരങ്ങളെ? കാരണം എന്താ? നമുക്കൊരു വിലയിരുത്തലുണ്ട്. കിണറ്റിങ്കരയിൽ ഉരുണ്ടു വീണ നമ്മുടെ നട്ടെല്ലൊടിഞ്ഞപ്പം കിണറ്റിങ്കരയെ നമ്മൾ പ്രാകാറില്ല. പക്ഷെ മറ്റൊരാള് നമ്മളെ ചെയ്തപ്പോൾ അത് ഓർത്തിരുന്ന് പറയാറുണ്ട്. കാരണം എന്താ? നമുക്കറിയാം കിണറ്റിങ്കരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞു കുശൃതി പിള്ളാരില്ലേ, അവന്മാരെന്തേലുമൊക്കെ കുശൃതി കാണിച്ച് മേശ വഴി കയറി എടുത്തു മറിയും, മേശയോടെ ഉരുണ്ട് വീഴും, അവങ്ങേന്ന് പോകും. ഇപ്പൊ തള്ള ഇങ്ങോട്ട് പിടിച്ചോണ്ടെന്നിട്ട് എടാ കുഞ്ഞിനെ നോവിച്ചോടാന്ന് ചോദിച്ചിട്ട് മേശക്കിട്ട് 2 അടി അടിക്കും. കണ്ടോ, അവന് സമാധാനമായി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന് വേദനയും പോയി, അവന് സമാധാനമായി. അമ്മ മേശക്കിട്ട് 2 എണ്ണം കൊടുത്തല്ലോ. പക്ഷെ അവന് 20 വയസ്സുള്ളപ്പോ മേശക്കിട്ട് തല്ലി അവൻ പറയും തള്ള വേറെ പണി പോയി നോക്കാൻ പറയും. കാരണം എന്താ? അവൻ അറിവായി മേശയ്ക്ക് ബോധമില്ലെന്ന്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പരിജ്ഞാനം ആ സഹോദരങ്ങളെ നമ്മളെ ഇട്ട് കറക്കുന്ന. ഇനി ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ പരിജ്ഞാനം നമ്മൾ വിലയിരുത്തും. പണ്ടൊരു പ്രതിസന്ധിയുടെ മുഖത്ത് ഞാനൊരാൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ക്ഷമിക്കാം, ഞാനതൊന്നും ക്ഷമിക്കൊക്കത്തില്ല. അത് വേറെ ആരെങ്കിലും കൊച്ചൊരാളായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കാം. ഇത്രയും വലിയ ആൾ, ഇത്രയും ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആളല്ലേ, അത് ഞാൻ ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ക്ഷമിക്കുന്ന പരിപാടിയില്ല. എന്നിട്ട് ഞാൻ ഒരു 5-6 പേരെ ലിസ്റ്റ് എഴുതി വെച്ചു പറഞ്ഞു, ഇന്നാരൊക്കെ ആണെങ്കിൽ ക്ഷമിക്കാമെന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോ യേശുവിനോട് ചോദിച്ചു, എന്താ ക്ഷമിക്കാത്ത? അവര് വലിയവർ, ഇവര് ചെറിയവരും. യേശുവിനോട് ചോദിച്ചു, അവര് വലിയവരാണെന്ന് നിന്നോട് പറഞ്ഞത് ആരാണ്? അവിടെയാ കുഴഞ്ഞു പോയി. എടാ, അവര് വലിയവരാണെന്ന് നിന്നോട് പറഞ്ഞത് ആരാ? നിന്റെ ദൃഷ്ടിയിൽ അവര് വലിയവരും മറ്റവര് ചെറിയവരുമാണോ? അവർ വലിയവരും ഇവർ ചെറിയവരുമാണെന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിഷയം എന്താണ്? നമ്മുടെ പരിജ്ഞാനം, നമ്മുടെ അറിവ്. നമ്മളല്ലേ ചിലർക്ക് ഇങ്ങനെ ഓർമ്മയിൽ എഴുതി സൂക്ഷിച്ചു വെക്കും. ദൈവമക്കളെ, അതൊന്നും സംഭവിക്കരുതേ. നരകം വാവിളർന്ന് വിഴുങ്ങുമേ. ഈ ലോകത്തിലുമില്ല, നിത്യതയിലുമില്ലാതായി പോകരുത്. അപ്പൊ നമുക്ക് ക്ഷമിക്കണമെങ്കിൽ എന്തു വേണമെന്നറിയാമോ? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളിതിന്റെ ആഴങ്ങളൊന്നും തേടാനൊന്നും പോകത്തില്ലെന്നേ. നമ്മളിതിന്റെ ആഴങ്ങളൊന്നും തേടി അങ്ങനെ പോകില്ല. നമുക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ദാനിയേലൂട്ടിച്ചാൻ, ചെങ്ങന്നൂർ ദാനിയേലൂട്ടിച്ചാൻ. അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ പരിചയം കാണും, നമ്മുടെ മധ്യ തിരുവിതാംകൂറുകാരനാണ്. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും തെറ്റുകൾക്ക് പിടിക്കപ്പെട്ടാൽ ചോദിക്കും, തെറ്റാണെന്ന് ബോധ്യമുണ്ടോ? ഉണ്ട് പാസ്റ്റപ്പച്ച, പൊയ്ക്കോ, മേലിൽ ആവർത്തിക്കരുത്. ഭയങ്കര വാക്ക്. ചില കാര്യങ്ങൾക്ക് ഭയങ്കര കർക്കശക്കാരനാണ്. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ പിടിക്കപ്പെട്ട് മുറിയിൽ കൊണ്ടുനിർത്തുമ്പോ ഒറ്റ വാക്ക് ചോദിച്ചു, നീ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടോ? ഉണ്ട് പാസ്റ്റപ്പച്ച. ശരി, പൊയ്ക്കോ, മേലിൽ ആവർത്തിക്കരുത്. അതിന്റെ വിവർത്തനങ്ങളോ അതിന്റെ ആഴങ്ങളോ ഒന്നും തേടാൻ അദ്ദേഹം നിന്നില്ല. ദൈവമക്കളെ ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ പരിജ്ഞാനം ഒരു ഭാഗത്ത് നന്മയാണെങ്കിലും മറുഭാഗത്ത് പരിജ്ഞാനം പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം നമ്മെ തടയുകയും നമ്മുടെ വാഗ്ദത്തങ്ങളുടെ വാതിൽ വർഷങ്ങളായി അടഞ്ഞ് തുരുമ്പിച്ചു കിടക്കുകയുമല്ലേ. ഇന്ന് രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകണം. കർത്താവേ, വാഗ്ദത്തങ്ങളെല്ലാം തുറന്നു തരണം. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പെട്ടെന്ന് പറയാം. അടുത്തതായി നമുക്ക് ഇങ്ങനെ ഈ പറയപ്പെടുന്ന പോലെ ക്ഷമിക്കണമെങ്കിൽ നമുക്ക് പൗലോസ്ലിയുടെ വാക്കിൽ സകല ബുദ്ധിക്കും മീതെ കവിയുന്ന സമാധാനം വേണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം വേണം. അപ്പൊ എന്റെ പരിജ്ഞാനം പറയുന്നു, എന്റെ അറിവെന്നോട് പറയുന്നു, ഞാൻ കണ്ടെത്തിയ അറിവ്, മുൻഗാമികൾ പറഞ്ഞ അറിവനുസരിച്ച് ആ അറിവ് വെച്ച് ഞാൻ അളന്നപ്പോൾ ബഹുമാനപ്പെട്ട ബ്രദർ സിബിയുടെ തെറ്റുകളെ എനിക്ക് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. പക്ഷേ പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിന്റെ കാൽവറിയുടെ സ്നേഹം ഉള്ളിലേക്ക് വരുമ്പോൾ, പരിജ്ഞാനം താഴെയും സ്നേഹം മുകളിലും എത്തുമ്പോൾ നിങ്ങൾക്ക് യേശു ക്ഷമിച്ച പോലെ ക്ഷമിക്കാം. ഇനി അടുത്ത വിഷയം ഏതാണ്? പൗലോസ് പറയുകയാണ്, വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം 3:18 ഒരു നല്ല വാക്കുണ്ട്, വായിച്ചാട്ട്. 4 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് സകല ബുദ്ധിക്കും മീതെ, എന്നാൽ സകല ബുദ്ധിയെയും ശ്രദ്ധിച്ചോണേ, സകല ബുദ്ധിക്കും മീതെ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. 2 കാര്യം: പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. അടുത്തത് സകല ബുദ്ധിക്കും മീതെ കവിയുന്ന ക്രിസ്തുവിന്റെ സമാധാനം. ഇതാണ് പ്രധാനപ്പെട്ട മുതൽക്കൂട്ട്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹവും സകല ബുദ്ധിക്കും മീതെ കവിയുന്ന യേശുവിന്റെ സമാധാനം. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നിത്യതയിൽ പോകാം. എന്തൊരു വാക്കാ! ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഓർമ്മ സൂക്ഷിക്കുന്നത്.
ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കയ്യിൽ പാടുണ്ടാകട്ടെ, ഒരു മൂട്ട കടിച്ച പാടായിരിക്കും, നമ്മൾ കുറെ നേരം ഇരുന്ന് തിരുമ്മി എന്ത് ചെയ്യും? അത് ആദ്യം ഒരു ചെറിയ പോയിന്റാ, പിന്നെ 10 പൈസ വലുപ്പമായി, പിന്നെ ഒരു ഡെലിയുടെ വലുപ്പമായി, പിന്നെ നമ്മളങ്ങ് ചിന്തിക്കാതെ ക്യാൻസർ ആയിരിക്കും. പിന്നെ ക്യാൻസർ ആണെന്നും പറഞ്ഞ് ചൊറിഞ്ഞ് നാട്ടിൽ കൂടെ പോയ ക്യാൻസർ ഓട്ടോ പിടിച്ച് നമ്മുടെ കൂടെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം എന്താ? നമ്മുടെ ബുദ്ധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അങ്ങനെ ആയിരിക്കാം, ഇതിങ്ങനെ ആയിരിക്കാം, അപ്പുറത്തെ അന്നമ്മയ്ക്ക് വന്ന കണ്ടില്ലേ, അങ്ങനത്തെ മറിയാമ്മയ്ക്ക് വന്ന കണ്ടില്ലേ, അതെ ആ മുഴ ക്യാൻസറാണ്. പിന്നെ ഇവൻ പോകുമ്പോഴും കഴിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം പ്രഖ്യാപനം എന്താണ്? ക്യാൻസറാണ്. ചില ഡയബറ്റിക് രോഗികളെ കണ്ടിട്ടില്ലേ? ഡയബറ്റിക് ഈ 210 ആകുമ്പോൾ തന്നെ വിറയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ അളവ് കേട്ടാൽ നിങ്ങൾ ജീവനും കൊണ്ട് ഓടും ദൈവമാണ്. ഞാനിന്നാൾ ഒരു ദിവസം ഇതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴല്ലേ പിടികിട്ടിയത്. ഈ ഡയബറ്റിക് രോഗികൾക്ക് ഈ 80ഉം 120ഉം ആരാ പറഞ്ഞത്? ഇങ്ങനെയാണ് നമ്മളൊക്കെ മരിച്ചുകൊണ്ടേ. 380, 400 ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അന്നേരം ഞാൻ ഇതിന്റെ ഇത് അന്വേഷിച്ചപ്പോൾ സംഭവം എങ്ങനെയാണെന്നറിയാമോ? ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു ആരോഗ്യ സംഘടന അവരന്ന് വെച്ചിരുന്നത് ഒരു ഷുഗർ രോഗി അല്ലെങ്കിൽ ഒരാളുടെ ഡയബറ്റിക് ലെവൽ എന്ന് പറയുന്നത് 240, 200 നോർമൽ 240, 200 ഭക്ഷണം കഴിച്ചാൽ 240 അല്ലെങ്കിൽ 200. അന്ന് ഏതാണ്ട് 3% ഷുഗർ രോഗികളെ ഉണ്ടായിരുന്നുള്ളൂ. കുറെ കാലം കഴിഞ്ഞപ്പോൾ മരുന്ന് കമ്പനികളെല്ലാം കൂടെ കൂടി ആലോചിച്ച് അതങ്ങ് ഇടിച്ച് 180, 120 ആക്കി. അപ്പോഴേക്കും ഏതാണ്ട് 19% ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് ഡയബറ്റിക് രോഗിയായി. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ കമ്പനിക്കാരനെല്ലാം കൂടെ എന്ത് ചെയ്തു? ചാക്കണക്കിന് ഗോതമ്പൊടിയും കപ്പപ്പൊടിയും കൊണ്ട് ഗുളിക അടിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞു 180, 110. ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിലെ 64% ആളുകൾ ഡയബറ്റിക് രോഗിയായി. ദൈവമക്കളെ, ഇതൊക്കെ ദൈവം തമ്പുരാൻ വെച്ചതാ. 200, 210 നീ മരിക്കത്തില്ല, പേടിക്കാതെ. ഇതൊക്കെ കമ്പനിക്കാരൻ വരട്ടാൻ പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ വിശുദ്ധന്മാരൊക്കെ മരിക്കുകയല്ലേ. കുറെയൊക്കെ ഡയബറ്റിക്കിന്റെ ലെവൽ നോക്കിയാൽ ഓടും. ഇന്നലെ ഒരു മരിക്കത്തില്ല, നിയമിക്കപ്പെട്ട കാലത്തെ വെക്കൂ. അപ്പൊ നമ്മുടെ ബുദ്ധി ഒരു പരിധി വരെ നമ്മുടെ വാക്തത്വങ്ങളെ തടയുമെന്ന് ശ്രദ്ധിച്ചാട്ട് സകല ബുദ്ധിക്കും മീതെ കവിഞ്ഞൊഴുകുന്ന ദൈവസമാധാനം നടക്കുമോ? നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയേൽ, എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് ദാനിയേൽ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആ പേരിടണം, പിന്നെ അവന്റെ ജീവിത രീതി നോക്കിയിട്ടേ ഇടാവൂ. അപ്പൊ ദാനിയേൽ കുഞ്ഞു ബാലനായിരിക്കുമ്പോൾ ബാബിലോണിലേക്ക് പോയി. 3 സാമ്രാജ്യത്തിലെ 4 രാജാക്കന്മാരുടെ ഉപദേഷ്ടാവാണ്. വയസ്സനായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഈ വല്യപ്പനെ പിടിച്ച് കൊണ്ടുപോയി സിംഹക്കുഴിയിലിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒത്തിരി വയോധ്യനാണെന്ന് മേദ്യനായ ദാര്യാവേശ് തന്നെ പ്രത്യേകമായ ഒരു കൽപ്പന പ്രകാരം തന്നെ പിടിച്ച് സിംഹക്കുഴിയിൽ കൊണ്ടിട്ടു. അവിടെ ഒരുപാട് സിംഹങ്ങൾ ഇങ്ങനെ കിടക്കുക. അതിന്റെ വിസർജ്യ വസ്തുക്കളെല്ലാം കൂടെ ദുർഗന്ധം ഭവിക്കുകയാണ്. ഇവൻ ഇങ്ങനെ പച്ചമാംസം തിന്ന് വായിക്കോട്ടയും വിട്ട് ഇങ്ങനെ അതിനകത്ത് കിടക്കുകയാണ്. ഇട്ടുന്ന പകുതി എത്തുമ്പോഴേ ചാടി ഓമാര് പിടിക്കും. വയസ്സനായ ദാനിയേലിന്റെ ഇങ്ങനെ കെട്ടി തൂക്കി ഇറക്കി. ദാനിയേൽ പെതിയെ ചെന്ന് സിംഹങ്ങളെല്ലാം ചുറ്റും നോക്കിയിരുന്നപ്പോ ഇവിടെ പാർസിയല്ല മേദ്യന്റെ രാജകൊട്ടാരത്തിൽ യഹൂദ പ്രവാസിയായ ദാനിയേൽ സിംഹക്കുഴിയിലേക്കെന്ന് എഴുതി രാജാവ് മുദ്രയിട്ടപ്പോൾ സ്വർഗത്തിലെ രാജാക്കന്മാരുടെ രാജാവായവൻ ദൂതനോട് പറഞ്ഞു, പോയി സിംഹത്തിന്റെ വായടച്ചേക്കാൻ പറഞ്ഞു. ദാനിയേൽ എത്തും മുമ്പ് ദൂതൻ വന്നു വായെല്ലാം അടച്ചു. സിംഹത്തെ ഒന്നും കൊന്നില്ലെന്നേ, അതല്ലേ അത്ഭുതം. അതുങ്ങളെ എന്തിനാ കൊല്ലുന്നത്? വായടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുക. ദാനിയേലിനെ അവിടേക്ക് ഇട്ടു. സിംഹങ്ങളെല്ലാം ചുറ്റും ഇരുന്നു. ദാനിയേലിന്റെ മനോഹരത്വം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇത് കൂടെ വായിക്കോട്ട വിട്ട് ആ ദുർഗന്ധം ഉണ്ടാവും. അപ്പം വേണ്ടത്ര ഓശ്യം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവന്റെ വായടച്ചത്. പിടിക്കാതിരിക്കാനല്ല, വായടച്ച് നിങ്ങൾ വായും തുറക്കാതിരിക്കുകയാണ്. രാത്രി കഴിഞ്ഞു പോയി. അവനെ കുഴിയിലെറിഞ്ഞ രാജാവിന് ഉറക്കമില്ല. അവൻ കഞ്ഞിയും കുടിച്ചില്ല, കപ്പയും തിന്നില്ല. അവൻ ആകപ്പാടെ വപ്രാളം പിടിച്ച് നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി ചന്ദ്രനെ നോക്കൂ. സൂര്യനാണോ ചന്ദ്രനാണോ? സൂര്യൻ ഉദിച്ചില്ല. പ്രഭാതമായി 4 മണിയോളം ആയപ്പോൾ വയറ് കത്തുകല്ലേ, പരക്കം പാഞ്ഞ് ഓടി ചെന്ന് അവിടെ നിന്നോണ്ട് ദാനിയേലേ അപ്പൊ അവിടെ നിന്ന് സിംഹം മെറുമുറുക്കുന്ന കേൾക്കുമെന്നാ ഓർത്തത്. മറുഭാഗത്ത് യജമാനൻ എന്നൊരു വിളി. സിംഹം നിനക്ക് ദോഷം വരുത്തിയില്ലയോ? ഇല്ല യജമാനൻ. അങ്ങ് ശുഭമായിരിക്കട്ടെ, അങ്ങ് ശുഭമായിരിക്കട്ടെ. എനിക്ക് സിംഹം ഒരു ദോഷവും വരുത്തിയില്ല യജമാനൻ. ഞാൻ ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് സിംഹം എന്നെയും മുറിപ്പെടുത്തിയില്ല. ഒരു രാത്രി മുഴുവൻ ഒരു രാജ്യദ്രോഹ കുറ്റവാളിയെ പോലെ
നീതിമാനായവൻ ആ സിംഹക്കുഴിയിൽ കിടന്നിട്ട് പ്രഭാതത്തിൽ അവനെ സിംഹക്കുഴിയിൽ എറിഞ്ഞവനെ, യജമാനനെ നിനക്ക് ശുഭമായിരിക്കട്ടെ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? സ്വന്തം മനസാക്ഷിയെ നിർത്തിയിട്ട് ചോദിച്ചാട്ടെ, നമ്മളെ കൊണ്ട് കഴിയുമോ? 195 അടി അടിച്ചവന്റെ മുഖം ഓർക്കാതെ വണ്ണം പൗലോസ് അത് മറന്നു. സിംഹക്കുഴിയിൽ എറിഞ്ഞിട്ട് ദാനിയേൽ ആ എറിഞ്ഞ രാജാവിന് ശുഭം വരട്ടെ എന്ന് ഏറ്റു പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൊണ്ടത് കഴിയുമോ? കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കഴിയാം. വാഗ്ദത്തങ്ങളുടെ വാതിൽ അടയപ്പെടരുത്. നമുക്ക് തള്ളി തുറക്കാം. പിശാചിന്റെ തന്ത്രം നമുക്ക് തിരിച്ചറിയാം. സകല ബുദ്ധിക്കും ഇതേ കവിയുന്ന ദൈവ സമാധാനം ഹൃദയത്തിൽ വാഴട്ടെ. ആ സകല പരിജ്ഞാനത്തെ കവിയുന്ന ദൈവ സമാധാനവും ആയതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കണമെങ്കിൽ നമുക്ക് കരുണയുള്ള ഒരു മനസ്സുണ്ടാകണം. കരുണ ചിലർക്ക് സഹോദരിമാർക്ക് കരുണയെന്നൊക്കെ പേരിടാറുണ്ട്. കരുണ നല്ല പേരാണ്. കരുണയുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. തിരുവെഴുത്ത് പറയുന്ന അങ്ങനെയാ. ഞാൻ പണ്ടൊരു പാസ്റ്ററെ കണ്ടു. അങ്ങനെ രാവിലെയും വൈകിട്ട് ഈ ഒറ്റ വാക്കാ പറയുന്നത്. ഇങ്ങനെ വയ്യാടക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കുകയാണ്. പാതിരാത്രിയിലെ കയ്യും കാലും ഒക്കെ വ്രണങ്ങളാ. എന്നും രാത്രി പ്രാർത്ഥിക്കും, ദൈവമേ ആ ദിനത്തിൽ നിന്റെ കരുണ കണ്ടെത്തുവാൻ ഭൂമിയിൽ എന്നെയും കരുണയുള്ളവനാക്കണം. ഞാൻ ഓർക്കും ഈ പാസ്റ്റപ്പത്തിന് ഈ ഒരു കാര്യമേ അറിയത്തുള്ളൂ. പക്ഷെ അദ്ദേഹം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കരുണയുടെ ആഴം എന്താണെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. നമ്മുടെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ പാസ്റ്റർ ജോളിച്ചാൻ, ഞാനും അദ്ദേഹം കൂടെ എറണാകുളത്ത് ഒരു റൂമിലാണ്. അദ്ദേഹം എപ്പോഴും കരുണയെക്കുറിച്ചേ പ്രസംഗിക്കത്തുള്ളൂ. കരുണയുടെ കാര്യവും സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറയും. അപ്പൊ ഞാനൊരു ദിവസം ചോദിച്ചു, ജോളിച്ചാൻ ഈ കരുണയെ പറയാനുള്ളോ, വേറൊന്നും പറയാനില്ലേ? അപ്പൊ ചിരിച്ചോണ്ടിരുന്നു. രാത്രിയിൽ എന്നോട് യേശു പറഞ്ഞു, നീ അനുഭവിച്ചതിനേക്കാൾ ആഴമേറിയ ആഴക്കടൽ, കരുണയുടെ ആഴക്കടൽ കണ്ട ആളാണ് ബ്രദർ ജോളി എന്ന് പറഞ്ഞു. കരുണയുടെ ആഴം കണ്ടെത്തിയവനെ കരുണയുടെ ആഴം ഗ്രഹിക്കാൻ കഴിയൂ. ഞാൻ ലജ്ജിച്ചുപോയി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, യജമാനൻ പറയുന്നു, എടാ മനുഷ്യ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുകൊണ്ട് നിന്റെ 10,000 താലന്ത് ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നില്ലേ? ക്ഷമിക്കപ്പെടണമെങ്കിൽ കരുണയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമോ? നമുക്ക് ദീർഘക്ഷമ ആവശ്യമാണ്. കർത്താവ് ഒരുപാട് വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നു. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തു പോകാം. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലിരുന്നാട്ട് മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ നിന്റെ കാതിൽ അവസാനം കേട്ട നിന്റെ രക്ഷയ്ക്കുള്ള ദൂതുകളായിരിക്കും ഇത്. ആ കാര്യം നന്നായി ഓർമ്മയിൽ എഴുതി സൂക്ഷിച്ചാട്ട് കർത്താവിന്റെ സന്നിധിയോട് അടുത്തിയരാം. വാഗ്ദത്തം നേടാൻ വിശ്വാസം നിനക്ക് ആവശ്യമാണ്. അത് അഭിഷേകത്തോടുകൂടെ നിന്നിൽ പകരട്ടെ. വാഗ്ദത്തം നേടുവാൻ ദീർഘക്ഷമ നിനക്ക് ആവശ്യമാണ്. മറ്റുള്ളവരോട് നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാം. അവൻ ചെയ്ത ദ്രോഹങ്ങളെ നമുക്ക് മറക്കാം. അവൻ ദുഃഖപ്പെടുന്ന നാളിൽ നമുക്ക് അവനെ പോയി ആശ്വസിപ്പിക്കാം. പൗലോസ്ലീഹായ്ക്ക് അത് കഴിഞ്ഞുവോ? നിശ്ചയമായും യേശുവിന്റെ കൃപയാൽ എനിക്കും നിങ്ങൾക്കും കഴിയും. ദാനിയേലിന് അത് കഴിഞ്ഞുവോ? യേശുവിന്റെ കൃപയാൽ എനിക്കും നിങ്ങൾക്കും അത് കഴിയും. കണ്ണുകൾ അടച്ചാട്ട് എല്ലാവരും ഒന്ന് മുഴങ്കാൽമേലിരുന്നാട്ട് പരമാർത്ഥതയോടെ കർത്താവിന്റെ അടുക്കൽ ചെന്നാട്ട് ഇന്ന് രാത്രി നീ നിന്നോട് തന്നെ ചോദിച്ചാട്ട്, ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിൽ ആത്മാവ് വിട്ടൊഴിഞ്ഞാൽ സ്വർഗം നിന്റെ മുമ്പിൽ അടയപ്പെടുമോ? കുഞ്ഞുങ്ങൾ ഇതിന്റെ ഇടയിൽ എഴുന്നേറ്റ് നടക്കരുത്. ദൈവസാന്നിധ്യം ദയവായി നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിന്റെ സന്നിധിയോട് നമുക്ക് അടുത്തിയല്ല. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ ശരീരത്തെ വിട്ടു പോകുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല മഹിമയും വിട്ട് ഒരു നാളും മടങ്ങി വരാത്ത യാത്രയാണ്. അനന്ത നിത്യതയുടെ കവാടം നിന്റെ മുമ്പിൽ തുറക്കപ്പെടുമോ? നീ അനേക വാഗ്ദത്തങ്ങൾക്ക് അവകാശിയാണ്. നിനക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ ഒക്കുന്നുണ്ടോ? പിശാചിന് നീ ദയവായി ഇടം കൊടുക്കാതെ, സാത്താന്റെ ആലോചനയ്ക്ക് ഇടം കൊടുക്കാതെ, ദുഷ്ടന്റെ ആലോചനയ്ക്ക് ഇടം കൊടുക്കാതെ നിനക്ക് കഴിയത്തില്ല എന്ന് പറയരുത്. പൗലോസ്ലീഹായ്ക്ക് കഴിഞ്ഞുവോ? നിനക്ക് കഴിയും. ദാനിയേലിന് കഴിഞ്ഞുവോ? നിനക്ക് കഴിയും. ജോസഫിന് കഴിഞ്ഞുവോ? നിനക്ക് കഴിയും. നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേലിരുന്ന് കർത്താവിനോട് നമുക്ക് പരമാർത്ഥതയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോഴുള്ള എന്റെ അവസ്ഥ, അയ്യോ, പ്രാകാരത്തിന് പുറത്താണ്. എന്റെ കാലടികൾ പോലും പ്രാകാരത്തിൽ വെക്കാനുള്ള പ്രാപ്തി എനിക്കിപ്പോൾ ഇല്ല. എന്നാൽ എന്റെ ആഗ്രഹം അന്തർമന്ദിരത്തിൽ നിന്റെ അടുക്കൽ വരണമെന്നാണ് കർത്താവേ. പ്രാകാരത്തിൽ പോലും കാലെടുത്ത് വയ്ക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ആഗ്രഹം
കൃപാസനത്തിൽ വസിക്കുന്ന നിന്റെ അടുക്കൽ വരണമെന്നാണ് കർത്താവ്. നീ എന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ്. ആ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ആ കാൽവരുടെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. ദാനിയേൽ പ്രവാചകന് സകല ബുദ്ധിക്കും മീതെയുള്ള സമാധാനം കൊടുത്ത് തന്നെ ദ്രോഹിച്ച രാജാവിന്റെ ശുഭത്തിനായി നന്മയ്ക്കായി പ്രാർത്ഥിച്ചുവോ? 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ് ജോസഫ് തന്റെ സഹോദരവർഗത്തോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ചുവോ? യേശുവേ, സെഫാനോസ് കല്ലേറേൽക്കുമ്പോൾ ഇവരുടെ പാപം കണക്കിടരുതേ നേച്ചു പറഞ്ഞുവോ? എനിക്ക് കഴിയുന്നില്ല, ഞാൻ വളരെ പിന്നിലാണ്. എന്റെ ആയുസ്സിലേറിയ ഭാവവും കഴിഞ്ഞുപോയി. ഇനി എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വർഗം എന്റെ മുൻപിൽ അടയപ്പെടരുത്, വാറ്റത്തിന്റെ വാതിൽ അടയരുത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഈ രാത്രി ഒരു അഭിഷേകം നിന്റെ മേൽ വരും. അത് കാൽവരിയുടെ സ്നേഹത്തിന്റെ അഭിഷേകമാണ്. അത് നിന്നിലേക്ക് ഒഴുകിയെത്തും. സകല ബുദ്ധിക്കും മീതെ കവിയുന്ന യേശുവിന്റെ സമാധാനം നിനക്ക് വരും. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഈ രാത്രി നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. സാത്താൻ ലജ്ജിച്ചു പോകട്ടെ. നീ ആസ്മാരോഗിയാണോ? ഈ രാത്രി കർത്താവ് നിനക്ക് സൗഖ്യം തന്നിരിക്കുകയാണ്. നീ ഒരു ത്വക്ക് രോഗിയാണോ? ഈ രാത്രി യേശു നിന്നെ തൊട്ടിരിക്കുകയാണ്. നീ ഒരു ക്യാൻസർ രോഗിയാണോ? ഈ രാത്രി വചനം പുറപ്പെട്ടിരിക്കുകയാണ്. നീ വാഗ്ദത്തത്തിന്റെ വാതിൽ തുറന്നാട്ട് ഉറപ്പോടെ നീ വിശ്വസിച്ചാട്ട് ഈ രാത്രി തീരുമാനമെടുത്താട്ട് സാത്താൻ ലജ്ജിക്കട്ടെ. ആരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എന്റെ ദൈവം എന്നെ അയച്ചതാണ്. എന്റെ യേശുവിന്റെ മാർഗമാണ്. അതെന്റെ നന്മയ്ക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നീ വളരെ പിന്നിലായിരിക്കും. ഇപ്പോൾ നിന്റെ കാലടികൾ പ്രാകാരത്തിൽ പോലും എത്തുന്നില്ലായിരിക്കാം. എന്നാൽ വിശ്വസിച്ചാൽ നീ വിശുദ്ധ സ്ഥലത്ത് കയറും. വിശ്വസിച്ചാൽ നീ അതിവിശുദ്ധ സ്ഥലത്ത് കയറും. വിശ്വസിച്ചാൽ നീ കൃപാസനത്തിൽ വന്നു ചേരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം മാനിക്കും. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. പരാജയങ്ങളെ കൊടഞ്ഞുകളവേ, ദുഷ്ടതകളെ വെറുത്തുകളവേ, യേശുവിന്റെ മുഖം ആത്മാവിൽ കാണുവേ. എത്ര പേർ യേശുവിനെ പന്തലിന്റെ നടുവിൽ കാണുന്നു? ഇതാ ഞാൻ എന്റെ യേശുവിനെ കാണുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ ഇരിക്കുന്നു. അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശമായിരിക്കുന്നു. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലക്കത്ത കണ്ണുകളായിരിക്കുന്നു. സാത്താന്റെ സാമ്രാജ്യം തകരട്ടെ. എരിയോവിന്റെ കോട്ടകൾ തകരട്ടെ. ബാബേലിന്റെ ചങ്ങലകൾ അഴിയട്ടെ. കാട്ടത്തികൾ വേരോടെ പിഴുത് സമുദ്രമധ്യേ പോകട്ടെ. യേശു മുഖാന്തരം ജയം തരുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശു മുഖാന്തരം അതിൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വെച്ച് പറഞ്ഞാട്ട് എന്റെ കർത്താവായ യേശു മുഖാന്തരം എനിക്കതിൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇല്ല സാത്താനെ, ആരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അവരെന്നെ വിറ്റതാണ്. പക്ഷേ എന്റെ ദൈവം എന്നെ അയച്ചതാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി നന്നായി നമ്മുടെ പന്തലിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് പലരെയും തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി നീ ഒരു അസ്ഥി രോഗിയല്ല, നീ ഒരു ത്വക്ക് രോഗിയല്ല, നീ ഒരു ആസ്മാ രോഗിയല്ല, നീ ഒരു ക്യാൻസർ രോഗിയല്ല. ഭീരുത്വത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇനി ആധിപത്യമില്ല. അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആത്മാവ് ശക്തിയായി താഴ്വരകളിലെ അസ്ഥികളിൽ അടിച്ചതുപോലെ നമ്മുടെ പന്തലിന്റെ നടുവിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. തീരുമാനത്തിൽ ഉറപ്പോടെ നിന്നാട്ട് ഞാൻ എന്റെ സഹോദരനോട് 1000 വട്ടം ക്ഷമിക്കും. ആരും എനിക്ക് ദോഷം ചെയ്തിട്ടില്ല. ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യം ഹൃദയത്തെ ഉണർത്തട്ടെ. ആമേൻ, 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 ആമേൻ. എന്നെ കൈവിടൂ ഇല്ലയാവേ, ഒരു നാളും ഉപേക്ഷിക്കില്ല. എന്നെ കൈവിടുകില്ലയവൻ, ഒരു നാളും ഉപേക്ഷിക്കില്ല. എന്നെ കാണുന്ന മാനവും മാറ്റപ്പെടും, എന്നിൽ കണ്ടയമാറുകില്ല. എന്നെ കാണുന്ന മാനവും മാറ്റപ്പെടും, എന്നിൽ കണ്ടയമാറുകില്ല. എന്നെ കൈവിടുകില്ലയവൻ, ശ്വാസത്തോടെ ഒരു നാളും ഉപേക്ഷിക്കില്ല. എന്നെ കൈവിടുകില്ലയവൻ, ഒരു
ഉപേക്ഷിക്കില്ല, എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇനി കാണുന്ന വാരവും മാറ്റപ്പെടും, എന്നിൽ തന്മയമാറുകില്ല. 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 എന്നിൽ തന്മയമാറുകില്ല. Hallelujah, hallelujah, hallelujah. Oh, labaka, labaka, tunabaka, 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 tunabaka. Hallelujah, 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 hallelujah. Amen, amen, amen. Labaka, tunabaka, tunabaka, tunabaka. ദൈവമക്കളെല്ലാം സന്തോഷിച്ചാട്ടെ, ആത്മാവിൽ ആരാധിച്ചാട്ടെ, അന്ധകാരങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചാട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. എല്ലാവരും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകരെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ തീരുമാനങ്ങൾ ചെയ്യുവാൻ, ശത്രുക്കളോട് ക്ഷമിക്കുവാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അനേകരെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യമായതൊക്കെയും സാധ്യമാക്കി തരുന്ന കർത്താവ് അനേകരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലേക്കോ ദോഷം ചെയ്യുവാൻ. എല്ലാവരും ചേർന്ന് പാടിയാൽ കൈയിലിരിക്കയാൽ ആരുമില്ലേക്കോ ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വേണ്ടോ നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വേണ്ടോ നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. Hallelujah, 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 hallelujah. Amen. Amen. Hallelujah, hallelujah. Amen, amen, amen. അതേ സഹോദരങ്ങളെ, എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ സാധിക്കും? അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ആഴമായ ദൈവത്തിന്റെ വചനങ്ങൾ, സ്വഭാവ രൂപാന്തരം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ അവന്റെ ഉള്ളം കൈയിലിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവം, ഇതിലേ നീ ദൈവത്തിന്റെ ഉള്ളം കൈയിലാണ്.
ഉള്ളം കയ്യിലിരിക്കുന്ന എനിക്ക് ദോഷം ചെയ്യുവാൻ ആരുമില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കടന്നു പോകുന്ന എന്റെ പാതകൾ, എന്റെ കഷ്ടങ്ങൾ, എന്റെ ഞെരുക്കങ്ങൾ, എന്റെ പരീക്ഷകൾ, എന്റെ ശോധനകൾ, എന്റെ ബുദ്ധിമുട്ടുകൾ, എനിക്ക് അംഗീകാരം ലഭിക്കാത്ത അവസ്ഥകളെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതാണ്. ആരും എനിക്ക് ദോഷം ചെയ്തതല്ല. ഭാര്യയോ ഭർത്താവോ സ്വന്തക്കാരോ ചാർച്ചക്കാരോ അയൽവാസിയോ ദോഷം ചെയ്തതല്ല. അതേ നമുക്ക് മുൻപായി കടന്നുപോയ വിശുദ്ധന്മാരങ്ങനെയാണ് പറഞ്ഞത്. ജോസഫ് പറയുന്നു, നിങ്ങൾ വിഷാദിക്കേണ്ട, നിങ്ങളല്ല എന്നെ ഇവിടേക്ക് അയച്ചത്. ജോസഫ് കള്ളം പറയുന്നത് പോലെ തോന്നുന്നില്ലേ? ഇല്ല, സഹോദരങ്ങളോട് ക്ഷമിച്ചിട്ടാണത് പറയുന്നത്. നിങ്ങൾ വിഷാദിക്കേണ്ട, നിങ്ങൾക്ക് മുൻപായി ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ സാധിക്കും? ഇന്ന് ഞാൻ കടന്നു പോകുന്ന പരീക്ഷകളുടെ പാതകൾ, ദുഃഖത്തിന്റെ പാതകൾ, വേദനയുടെ പാതകൾ, ഞെരുക്കത്തിന്റെ പാതകൾ ദൈവം അനുവദിച്ചതാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കയില്ല. നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നവനെങ്കിൽ ദൈവം അനുവദിക്കാതെ സംഭവിക്കയില്ല എന്ന് ഓർത്തുകൊള്ളേണം. ആകയാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കൃപ തരേണ്ടതിനായി കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാടിനാൽ ഒരു മർമ്മം വെളിപ്പെട്ടു വന്നു. അതാണ് പുതിയ നിയമസഭയുടെ കുറിക്കോൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് പൂർവ്വകാലങ്ങളിൽ അറിവായി വന്നിരുന്നില്ല. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നു. ജാതികൾ സുവിശേഷത്താൽ ഏക ശരീരസ്ഥരും കൂട്ടവകാശികളും വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീരേണം. ഏക ശരീരസ്ഥരായി തീരേണം. അഭിഷേകത്താൽ കൂട്ടവകാശികളായി തീരേണം. പിതാവിനുള്ളതിന്റെ എല്ലാ അവകാശം പുത്രനുള്ളതാണ്. പുത്രനോടുകൂടെ കൂട്ടവകാശികളായി തീരേണം. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണം. കൂട്ടവകാശികളാകണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരേണം. എങ്ങനെ ഈ വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരുവാൻ സാധിക്കും? മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരേണം. വിശ്വാസത്താൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അതുമാത്രമല്ല, ദീർഘക്ഷമയാൽ മാത്രമേ നമുക്ക് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിവർത്തിക്കും നമുക്ക് വിശ്വസിക്കാൻ. പ്രിയമുള്ളവരെ, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ പ്രതീക്ഷിച്ചുകൊണ്ട് പിൻവഴിയും കാത്തുകൊണ്ട് ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. വാക്ക് പറഞ്ഞവൻ മാറുന്നവനല്ല. അവൻ വരുവാൻ ചിലർ പ്രതീക്ഷിക്കുന്ന പോലെ, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുകയാണ്. ഞെട്ടിപ്പോകാതെ ഇളകിപ്പോകാതെ വണ്ണം കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. സഹോദരങ്ങളോട് നമുക്ക് മനഃപൂർവ്വമായി ക്ഷമിക്കാം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവും നമ്മോട് ക്ഷമിക്കയില്ല എന്നാണ്. സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതിരുന്നാൽ അവരുടെ ഹൃദയം ഭാരപ്പെട്ട് അവർ നാശത്തിലേക്ക് പോകും, നിരാശപ്പെടുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളോട് നമുക്ക് ക്ഷമിക്കാം. പ്രിയമുള്ളവരെ, ഇതാ ജോസഫ് സഹോദരന്മാരോട് ക്ഷമിച്ചു. ജോസഫിനെ പോലുള്ള ഒരു ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സ്തെഫാനോസിന്റെ നേരെ യേശുവിന് വേണ്ടി താൻ സാക്ഷ്യം പറഞ്ഞതിനാൽ യഹൂദന്മാർ മുഴുവനും പല്ലുകടിച്ചുകൊണ്ട് കല്ലെടുത്തുകൊണ്ട് തന്റെ പിന്നാലെ കോപിഷ്ഠരായി വന്നപ്പോൾ സ്തെഫാനോസ് മുഴങ്കാൽ മടക്കി കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് നോക്കി. നമുക്കെതിരായിട്ടുണ്ടാകുന്ന പരീക്ഷകളെ അല്ല നാം നോക്കേണ്ടത്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ നിൽക്കുന്നതായി ഇതാ സ്തെഫാനോസ് കാണുകയാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണേ എന്ന് പറയുകയാണ്. ക്ഷമയെന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവിഷ്യം പ്രാപിച്ചവരെ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ ആത്മാവിന്റെ ഫലമാണെന്ന് ഓർത്തുകൊള്ളേണം. അതുമാത്രമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്കുണ്ടാകട്ടെ. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിപ്പാൻ കഴിയുകയുള്ളൂ. ദാനിയേലിനെ പോലെ നമുക്ക് ക്ഷമിക്കാം. ക്രിസ്തുവിനെ പോലെ നമുക്ക് ക്ഷമിക്കാം. പൗലോസിനെ പോലെ, ജോസഫിനെ പോലെ, സ്തെഫാനോസിനെ പോലെ, ദാനിയേലിനെ പോലെ അവർക്ക് സാധിച്ചുവെങ്കിൽ പുതിയ യെരുശലേമിന് സിയോനായി വിളിക്കപ്പെട്ട സഹോദരങ്ങളെ നമുക്കും ക്ഷമിക്കാം. കർത്താവിന്റെ വരവിൽ കണ്ടെത്തപ്പെടുവാൻ നമുക്ക് ക്ഷമിക്കാം. ശരീര വീണ്ടെടുപ്പിനായി ക്ഷമിക്കാം. കേട്ടതായ ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും ഈ മരുഭൂമി യാത്രയിൽ മുന്നേറുവാൻ പര്യാപ്തമായതായി തീരട്ടെ. വചനം കേട്ട് മറക്കുന്നവരായിട്ടല്ല, ദൈവവചനപ്രകാരം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രണ്ടാം ദിവസത്തെ കൂട്ടത്തെ
കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് നടത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം ദൈവസന്നിധിയിൽ കൂട്ടിയുയർത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം പാടി